ഹിന്ദു യൂണിറ്റി അനിവാര്യമാണ്, തമ്പ്രാക്കളുടെ അനുവാദം വേണം. തമ്പ്രാക്കൾ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ തമ്പ്രാക്കളുടെ ഈ സി പി രാമസ്വാമി അയ്യരെ ഗിഫ്റ്റായിട്ട് ഒരു കാറ് കൊടുക്കുകയാണ്. സി പി രാമസ്വാമി അയ്യർ ഉപയോഗിച്ച കാറ് ആലുവ പാലസിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് തമ്പ്രാക്കളുടെ ഒപ്പും വാങ്ങിച്ചു. അപ്പൊ ഉത്സവ മഠത്തിൽ നിന്ന് ദത്തെടുക്കരുത്, വേറെ മഠങ്ങൾ വേറെ ഉണ്ട്, വേറെ ബ്രാഞ്ചസ് ഉണ്ട്. മണ്ണൂർ മഠമുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് എണ്ണക്കാട്ട് മഠമുണ്ട്, അവിടുന്നൊക്കെ എടുക്കാവും. അതിന് പകരം എന്ത് ചെയ്തു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നറുക്കിട്ടെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ നറുക്കിലുള്ള 10 പേരുകളും ഈ 2 തമ്പുരാട്ടിമാരുടേതായിരുന്നു. അതൊരു സീക്രട്ട് ഫയലാണ്, അതുകൊണ്ട് തന്നെ ആ ഫയൽ നമുക്ക് ലഭ്യമല്ല. പക്ഷെ ആ ഫയൽ പറയുന്ന കാര്യങ്ങളുടെ ഇംപ്ലിമെന്റേഷൻസ് ഇവിടെ നടന്നു. അപ്പൊ ആ ഇംപ്ലിമെന്റേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഫയല്, ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നു എന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സത്യജിലേക്ക് സ്വാഗതം. സാർ ഇതിനു മുമ്പും ഞങ്ങളുടെ അതിഥിയായിട്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. വീണ്ടും അദ്ദേഹത്തെ സ്വീകരിക്കാനും ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷം. നമ്മൾ സംസാരിച്ചിരുന്ന പോലെ സാറിന്റെ ഏറ്റവും പുതിയ പുസ്തകമായിട്ടുള്ള മാഞ്ഞുപോയ ശംഖുമുദ്ര എന്നുള്ള പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ പ്രോഗ്രാം. ഞാനത് ഇവിടെ കേൾക്കുന്ന ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരോടുമൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ സാർ? അതെ അതെ കിടക്കാം. ഞാൻ സാർ ഇതിൽ ചെയ്തിട്ടുള്ള കുറെ വീഡിയോകൾ, പല ചാനലിലായിട്ട് ചെയ്തിട്ടുള്ള പല വീഡിയോകളും കണ്ടിരുന്നു. അതിൽ ചർച്ച ചെയ്യപ്പെടാത്ത എന്നാണ് എനിക്ക് തോന്നുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് എടുത്ത് ചോദ്യങ്ങളായിട്ട് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ചോദിക്കാം എന്ന് വിചാരിക്കുന്നത് സാർ സി പി യെ പറ്റിയിട്ടാണ്. സാർ സി പി പൊതുവെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നിഷ്ഠൂരനും ഒരുപക്ഷെ ക്രൂരനും ഒക്കെ ആളായിട്ടും, എന്നാൽ അതേസമയം തന്നെ വളരെ ദിഷ്ണാശാലിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടും ഒക്കെ പല രൂപത്തിലും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. സാറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ആരാണ്? ഒരു നിഷ്ഠൂരനാണോ അതോ ഒരു ദിഷ്ണാശാലിയായ ഒരു ഭരണാധികാരിയാണോ? രണ്ടുമാണ്. ധിഷണാശാലിയായ ഭരണാധികാരിയാണ്, അതുപോലെ തന്നെ അതിക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയുമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയെ കറുപ്പും വെളുപ്പും കൂടി ചേർന്നതാണെന്ന് ഓർത്തിരിക്കണം. അല്ലാണ്ട് വെളുപ്പ് മാത്രമായിട്ടോ കറുപ്പ് മാത്രമായിട്ടോ കാണേണ്ടതില്ല. സി പി രാമസ്വാമി അയ്യർ ദിവാനായിരുന്ന കാലത്ത് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജിലും അല്പകാലം വിമൻസ് കോളേജിലും അധ്യാപികയായിരുന്ന ഓവർകർക്ക് എന്ന വിദേശ വനിത, പാശ്ചാത്യ വനിത, പിൽക്കാലത്ത് അദ്ദേഹത്തെ പറ്റി അല്ല, അവരുടെ തിരുവിതാംകൂർ വാസകാലത്തെ പറ്റി ഒരു പുസ്തകം എഴുതി. അപ്പൊ ആ പ്രശസ്തമായ പുസ്തകത്തില് അവര് സി പി രാമസ്വാമി അയ്യരെ അനുസ്മരിക്കുന്നത് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയുടെ കാര്യത്തിൽ, ഭരണ സാമർഥ്യത്തിന്റെ കാര്യത്തിൽ താരതമ്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. അതേ ശ്വാസത്തിൽ അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അധികാരം എന്ന് പറയുന്നത് അത് സി പി യെ അത് ലഹരി പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അപ്പൊ രണ്ടും കൂടി ചേർന്നതാണ് സി പി രാമസ്വാമി അയ്യർ. പക്ഷേ മാറി നിന്ന് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിക്കുന്നവരല്ല. അദ്ദേഹത്തിന്റെ ഒപ്പം ജീവിച്ചിരുന്ന കാലത്ത് ചിന്താശീലരായിട്ടുള്ള മലയാളികൾക്ക് അനുഭവപ്പെട്ട ശ്വാസം മുട്ടൽ ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ മർദ്ദകനായ സി പി യെ ഒന്ന് മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് മറക്കും, അല്ലെങ്കിൽ ആ സി പി യോടുള്ള ആ നമ്മുടെ പ്രതികരണം അല്പം ഒന്ന് മർദ്ദവപ്പെടുത്തും. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം മർദ്ദകനായിരുന്നില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. തീർച്ചയായിട്ടും. അതുപോലെ സാറിന്റെ അവിടെ മറ്റൊരു ചോദ്യമുള്ളത് കുണ്ട്ര വിളംബരവും അതുപോലെ വേലുത്തമ്പി ദളവയുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വേലുത്തമ്പി ദളവയെ പൊതുവെ ഒരു ക്രിസ്തീയ വിരുദ്ധനെന്ന് പൊതുവെ ആൾക്കാർ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതിന്റെ വാസ്തവം എന്താണ്? സാറിന് അതൊന്ന് പറയാമോ? ഞാന് തിരുവിതാംകൂർ ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്ന അധ്യായത്തിൽ കുണ്ടറ വിളംബരത്തെ പറ്റി
പരാമർശിക്കുന്നുണ്ട്. അത് വേണ്ടത്ര പര്യാപ്തമായില്ല. വളരെ സംക്ഷിപ്തമായിട്ടാണ് ഞാൻ കുണ്ടറ വിളംബരത്തെ പറ്റി പറഞ്ഞത്. എങ്കിലും അതിനകത്ത് പ്രധാനമായി ഞാൻ പറയുന്നത് കുണ്ടറ വിളംബരം വേലുത്തമ്പിയുടേതോ എന്നൊരു ചോദ്യചിഹ്നത്തോടു കൂടി കുറച്ചു കാര്യങ്ങളാണ് പറയുന്നത്. പുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി അതൊന്ന് വിശദമാക്കേണ്ടതായിട്ടുണ്ട്. 1809 ജനുവരി മാസം 11-ാം തീയതി ചെമ്പകരാമൻ വേലായുധൻ തമ്പി, അതാണ് വാസ്തവത്തിൽ വേലുത്തമ്പിയുടെ യഥാർത്ഥ നാമധേയം, കുണ്ടറയിൽ വെച്ച് നടത്തിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള കുണ്ടറ വിളംബരം പിൽക്കാലത്ത് കരുതിക്കൂട്ടി തയ്യാറാക്കിയ ഒരു വ്യാജ നിർമ്മിതി ആകാം. ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഞാനത് പറയുമ്പോൾ ഈ വേലുത്തമ്പിയെ ഒരു ധീര നേതാവായി ആരാധിക്കുന്ന ആളുകൾ, പുസ്തകം വായിക്കാത്തവർ പ്രത്യേകിച്ചും, അപ്പൊ കുണ്ടറ വിളംബരവുമായി അപ്പൊ വേലുത്തമ്പി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പൊരുതിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. രക്തസാക്ഷിയാകുവാൻ സന്നദ്ധനായി മുന്നോട്ട് വരികയും ഒരു സൈന്യത്തെ തന്നെ സംഘടിപ്പിക്കുകയും ആ സൈന്യം ദുർബലമാണെന്ന് അറിവുണ്ടായിട്ടും സുശക്തമായ സൈന്യത്തെ നേരിടാനായിട്ട് ആ സൈന്യത്തെ നയിക്കുകയും ചെയ്ത ധീര ദേശാഭിമാനിയാണ് വേലുത്തമ്പി. ഞാൻ ആ വേലുത്തമ്പിയുടെ ദേശാഭിമാനത്തെ ഇകഴ്ത്തുവാൻ വേണ്ടിയല്ല, മറിച്ച് വേലുത്തമ്പിയുടെ പേരിൽ വ്യാജമായി ഇന്ന് പ്രചരിക്കുന്ന ആ വിളംബരത്തെ തുറന്നു കാട്ടാനാണ് ശ്രമിച്ചത്. ഞാനിതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്, അന്ന് രാജാവിന് മാത്രമേ വിളംബരം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. ദിവാന് അല്ലെങ്കിൽ ദളവയ്ക്ക് നീട്ടുകളാണ് പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. അവിടെ തന്നെ ഇതൊരു വ്യാജ നിർമ്മിതിയാണെന്ന് നമുക്ക് മനസ്സിലാവും. കുണ്ടറ നീട്ട് എന്നായിരുന്നു വേലുത്തമ്പിയാണ് ഇത് പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ അതിന് പറയുമായിരുന്നത്. അതിന് പകരം കുണ്ടറ വിളംബരം എന്ന് പറയുകയാണ്. കുണ്ടറ വിളംബരം വേലുത്തമ്പി പുറപ്പെടുവിക്കുവാൻ വേലുത്തമ്പിക്ക് കഴിയുമായിരുന്നില്ല. കാരണം പേരിനാണെങ്കിൽ പോലും ബാലരാമവർമ്മ എന്ന ദുർബലനായ ഒരു ഭരണാധികാരി അന്ന് ഉണ്ട്. ആ ഭരണാധികാരിയെ വേലുത്തമ്പി ദളവ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അദ്ദേഹം ദുർബലനാണെന്നറിയാം, അദ്ദേഹത്തിന്റെ ബലഹീനതകൾ എല്ലാം അറിയാം, പക്ഷെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ നീട്ടുകൾ തയ്യാറാക്കുന്നത് ഹജൂർ കച്ചേരി അല്ലെങ്കിൽ ഹുസൂർ കച്ചേരിയിൽ ഇരുന്നിട്ടാണ്. വേലുത്തമ്പി ഈ നീട്ട് പുറപ്പെടുവിക്കുന്ന സമയം, അതായത് 1809 ജനുവരി 1-ാം തീയതി അദ്ദേഹം കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചേരി. അദ്ദേഹം ആ കച്ചേരിയിൽ ഇരുന്നു കൊണ്ടാണ് നീട്ട് പുറപ്പെടുവിക്കേണ്ടത്. അല്ലാതെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, എളമ്പള്ളൂർക്കാവ് എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നത് കാൽപ്പനികമായ ഒരു ഭാവന മാത്രമാണ്. അത് സാധിക്കുകയില്ല. അത്ര അപരിഷ്കൃതമായ ഒരു നാടായിരുന്നില്ല തിരുവിതാംകൂർ. അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ആ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും മുകളിൽ രാജാവ്, ആ രാജാവിന്റെ താഴെയായിട്ട് ദളവ അല്ലെങ്കിൽ ദിവാൻ, ആ ദിവാന്റെ താഴെയായിട്ട് കാര്യക്കാരന്മാര്, ആ കാര്യക്കാരന്മാരുടെ സർവാധികാരിക്കാരന്മാർ, ആ സർവാധികാരിക്കാരന്മാരുടെ താഴെയായിട്ട് കാര്യക്കാരന്മാർ, ആ കാര്യക്കാരന്മാരുടെ താഴെയായിട്ട് പ്രവൃത്തിയാരന്മാർ. ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ മറികടന്നുകൊണ്ട് സ്വേച്ഛാധിപതിയായി ദളവയ്ക്ക് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ പിന്നെ ആരാവും ഈ വിളംബരം പുറപ്പെടുവിച്ചത്? അത് പിൽക്കാലത്ത് ഭരണാധികാരിയായി ദളവയായി വന്ന ഉമ്മിണിത്തമ്പിയുടെ ഒരു സൃഷ്ടിയാണ്. ഈ ഉമ്മിണിത്തമ്പി എന്ന് പറയുന്ന ആള് വേലുത്തമ്പിയുടെ ആർച്ച് റൈവലാണ്. എവിടെയൊക്കെ ഒരു സന്ദർഭം കിട്ടുമോ അവിടെയെല്ലാം വേലുത്തമ്പിയെ ഇകഴ്ത്തുവാനും, വേലുത്തമ്പി കാണിച്ചതെല്ലാം തെറ്റുകളാണെന്നും, തെറ്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു വേലുത്തമ്പിയുടെ ഔദ്യോഗിക ജീവിതമെന്നും കാണിക്കുവാനുള്ള വ്യഗ്രതയിൽ
ഈ ഉമ്മിണിത്തമ്പി തയ്യാറാക്കിയതാണ് ഈ വിളംബരം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് തെളിവായി 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഈ പടത്തലവന്മാരായിരുന്ന മാർത്താണ്ഡൻ ചെമ്പകരാമൻ, ഈ മാർത്താണ്ഡൻ ചെമ്പകരാമൻ അദ്ദേഹം സർവാധികാരിക്കാരാണ്. മറ്റൊരു സർവാധികാരിക്കാരനാണ് വർക്കല കൃഷ്ണൻ ചെമ്പകരാമൻ. ഈ 2 പേരും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് നടന്ന സംഭവങ്ങൾ സംക്ഷിപ്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എം രാജരാജവർമ്മ അതില് ഒന്ന് പ്രസിദ്ധീകരിച്ചു, മറ്റൊന്ന് കിഴക്കേമഠം ഗോവിന്ദൻ നായർ പ്രസിദ്ധീകരിച്ചു. ഈ 2 റിപ്പോർട്ടുകളിലും ഈ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവ ഒരു വിളംബരം നടത്തിയതായിട്ട് പറയുന്നില്ല. അവർ സത്യസന്ധമായി പറഞ്ഞു. എന്ന് വെച്ച് വേലുത്തമ്പി ആഹ്വാനം നടത്തിയില്ല എന്നല്ല. വേലുത്തമ്പി ആഹ്വാനം നടത്തിയത് അദ്ദേഹത്തിന്റെ സൈനിക മേലധികാരിയോടാണ്. ആ മേലധികാരികളില് മിക്കവാറും ആളുകൾ അദ്ദേഹത്തെ അനുസരിച്ചു. അപൂർവം ചില ആളുകളെ അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ നിരാകരിക്കുകയും രണ്ടും സംഭവിച്ചു. ഇതൊക്കെ പിൽക്കാലത്തെ ഗവേഷണത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ കുണ്ടറ വിളംബരം എന്ന പേരിൽ ഇന്ന് പ്രചരിക്കുന്നത് വേലുത്തമ്പിയുടെ അല്ല എന്ന് പറയാൻ കാരണം. ഈ വേലുത്തമ്പിയുടെ വിളംബരത്തിന്റെ ഒരു പ്രത്യേകത, അതിനകത്ത് അതൊരു ആന്റി ക്രിസ്ത്യൻ ആണ് എന്ന് എഴുതിയത് സാക്ഷാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി മാത്രമല്ല, അനേകം ആളുകള് അത് ഒരു ആന്റി ക്രിസ്ത്യൻ ആണ് ആ വിളംബരം എന്ന് പറയുന്നുണ്ട്. ഒരു ആന്റി ക്രിസ്ത്യൻ ആണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം വരികയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെ കുരിശ് നാട്ടും. 2 പറയുന്നത് ഇന്നത്തെ ജാതിഭേദത്തെ ഇല്ലാതെയാക്കും, താണജാതിക്കാര് മേൽജാതിക്കാരെ ആയിട്ട് സംയോഗത്തിൽ ഏർപ്പെടുകയും സങ്കര ജനത ഉണ്ടാവുകയും ചെയ്യും എന്ന 2 പറയുന്ന കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് വേലുത്തമ്പി ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് എന്ന് പറഞ്ഞത്. അനേകം എഴുത്തുകാർ പറഞ്ഞിട്ടുണ്ട്. MO ജോസഫ് നെടുങ്കുന്നം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അനേക ആളുകൾ. പക്ഷേ EMS നമ്പൂതിരിപ്പാട് കുണ്ടറ വിളംബരത്തിൽ ഈ പരാമർശം ഉണ്ടെങ്കിൽ പോലും വേലുത്തമ്പിയെ ന്യായീകരിച്ചു. ഞാനും അക്കാലത്തെ ഒരു ലേഖനത്തില് കുണ്ടറ വിളംബരത്തെ ന്യായീകരിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, ഒരു യുദ്ധത്തിലേക്ക് ജനങ്ങളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ എക്സാജറേഷൻ, കുറച്ച് അതിശയോക്തികൾ ചേർക്കും. നമുക്ക് ഇന്നും അറിയാം, ഈ ബോർഡറിലെ അതിർത്തി പ്രദേശങ്ങളില് കഴിയുന്ന ടെന്റുകളിൽ കഴിയുന്ന പട്ടാളക്കാരോട് യുദ്ധത്തിന് പിറ്റേ ദിവസം പുറപ്പെടേണ്ടി വരുമ്പോൾ അവരുടെ ദേശാഭിമാനം ജ്വലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഭൂതകാലത്തെ വീരപുരുഷന്മാരെ പറ്റിയൊക്കെ പറയും. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് ഞാനും തെറ്റിദ്ധരിച്ചു. എന്നാൽ ഈ പറയുന്ന വർക്കല കൃഷ്ണൻ ചെമ്പകരാമന്റെയും അതുപോലെ മാർത്താണ്ഡൻ ചെമ്പകരാമന്റെയും വരിയോലകൾ വായിച്ചപ്പോഴാണ് ഈ തെറ്റാണല്ലോ എന്ന് മനസ്സിലായത്. ഞാൻ ഈ വേലുത്തമ്പിയെ പറ്റി അദ്ദേഹം ഒരു ക്രൈസ്തവ വിരുദ്ധനാണ് എന്ന് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അദ്ദേഹം ഈ ശുചീന്ദ്രത്തിനടുത്ത് ഒരു ശുചീന്ദ്രത്തിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് ഒരു പള്ളി പണിയാനായിട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി രൂപീകരിച്ച് വന്ന അതിൻ്റെ സുവിശേഷകൻ ആവശ്യപ്പെട്ടു. അപ്പൊ ആവശ്യപ്പെട്ടപ്പോൾ വേലുത്തമ്പി പള്ളി പണിയുവാൻ അനുവാദം കൊടുത്തില്ല. അക്കാര്യവും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ സംഭവത്തിലെ നമ്മൾ ആ നാൾവഴി ക്രമം കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ വേലുത്തമ്പിയെ പ്രകോപിപ്പിച്ചു ആ സുവിശേഷകൻ. താങ്കളുടെ മതം എന്താണ് എന്ന് വേലുത്തമ്പി ചോദിച്ചപ്പോൾ ആ സുവിശേഷകൻ
പറഞ്ഞ മറുപടി, ഞാന് റെസിഡന്റിന്റെ മതമാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഉദ്ധതനായ വേലുത്തമ്പി ആ മറുപടിക്ക് ചുട്ട മറുപടി തിരിച്ചു കൊടുക്കുകയാണ്. റെസിഡന്റിന്റെ മതമോ? അങ്ങനെ ഒരു മതത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിസ്തു മതത്തോട് വിദ്വേഷമുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതസഹിഷ്ണുതയുള്ള ഭരണാധികാരികളായിരുന്നു തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള വിവേചനവും അന്യമതങ്ങളോട് അന്നൊരു ശരിക്കു പറഞ്ഞാൽ ഈ ധർമ്മരാജ്യം എന്നാണ് തിരുവിതാംകൂറിനെ കുറിച്ച് പറയുന്നത്. അതിനെ ധർമ്മം എന്നുള്ളതിന് എത്തിക്സ് അല്ലെങ്കിൽ ചാരിറ്റി എന്നൊന്നും അല്ല തർജിമ ചെയ്യേണ്ടത്. ധർമ്മം എന്ന് പറഞ്ഞാല് റിലിജിയൻ. അപ്പൊ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് റിലിജിയൻ ആണ്. അപ്പൊ ലാൻഡ് ഓഫ് റിലിജിയൻ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ഹിന്ദുമതമാണ്. അങ്ങനെ ഔദ്യോഗിക മതം ഹിന്ദുമതമായിട്ടുള്ള ഒരു പ്രിൻസിലി സ്റ്റേറ്റില് പള്ളി പണിയണമെങ്കിൽ, അതായത് പുതുതായി അന്യമത വിശ്വാസികളുടെ ഒരു ആരാധനാലയം പണിയണമെങ്കിൽ തീർച്ചയായിട്ടും ഭരണാധികാരികളുടെ അനുമതി ആവശ്യമാണ്. ആ അനുമതിയാണ് ഈ പറയുന്ന ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ മിഷണറിയുടെ ആവശ്യം. ആ ആവശ്യത്തെ ആണ് വേലുത്തമ്പി അതിന് ചില വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടു. ആ വിശദീകരണങ്ങൾ നൽകുമ്പോഴാണ് അദ്ദേഹം അതിനെ ഒരു ഔദ്ധിത്യത്തോടു കൂടി പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു വേലുത്തമ്പിക്ക് എതിരായിട്ടുള്ള ഒരു ആയുധമായിട്ട് പിൽക്കാലത്ത് ലണ്ടൻ മിഷൻ സൊസൈറ്റി അല്ലെങ്കിൽ ചർച്ച് മിഷൻ സൊസൈറ്റി ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നത് ശരിയാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഒരുതരം നിസ്സംഗത പുലർത്തേണ്ടതാണ് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞാനിവിടെ വച്ചിരിക്കുന്നത് രാജമാതാവിനെ പറ്റിയിട്ടാണ്. സേതു പാർവതിയഭായെ പറ്റിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സാറിന് ബുക്കിൽ നിന്ന് തന്നെ എഴുതിയെടുത്തിട്ടുണ്ട്. അവര് ഈ റീജന്റ് ആയിരുന്ന സേതു ലക്ഷ്മി ഭായിക്ക് ആദ്യമേ കുട്ടികൾ ഉണ്ടാവുന്നത് തടയുന്നതിന് വേണ്ടി പല പ്രവൃത്തികളും ചെയ്തതായിട്ട് സാർ അത് എഴുതിയിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് അവിശ്വസനീയമെന്ന് വരെ ഒരുപക്ഷെ വായനക്കാർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. എങ്കിലും സാറിന്റെ ഗവേഷണത്തിൽ അല്ലെങ്കിൽ പഠനങ്ങളിൽ സാറിന് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഞാന് ഈ അമ്മ മഹാറാണിയെ ഒരു പ്രതികാരമൂർത്തിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് അവർ വളരെയധികം സ്വപ്നങ്ങളും വളരെയധികം ആഗ്രഹങ്ങളും ഒക്കെയുള്ള ഒരു വനിതയായിരുന്നു. അവളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് അവര് ദത്ത് വഴിയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് വരുന്നത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തില് ഈ ദത്തിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും രാജകുടുംബത്തിൽ ഉണ്ടായിരുന്നു. രാജാവായ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയോട് ഇങ്ങനെ ഒരു ദത്ത് വേണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ദത്ത് വഴി മാവേലിക്കരയിൽ നിന്ന് രാജകുടുംബത്തിലേക്ക് വന്ന റാണി ലക്ഷ്മിബായിയാണ്. ഈ റാണി ലക്ഷ്മിബായിയെ ആ ദത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയോട് പറയാൻ ആവശ്യപ്പെട്ടത് അവരുടെ ഭർത്താവായ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്ന പേരിലാണ് അദ്ദേഹം മലയാളികളുടെ ഇടയിൽ പരിചിതനായിട്ടുള്ളത്. ആ കേരളവർമ്മ ദേവൻ എന്നൊക്കെ അദ്ദേഹത്തെ ആരാധകർ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഈ റാണി ലക്ഷ്മിബായിയില് മക്കളില്ല. അപ്പൊ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. അങ്ങനെ മക്കളില്ലെങ്കിൽ എൻ്റെ അനന്തരവന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാവിയിൽ എൻ്റെ അനന്തരവന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി, അവർ പ്രസവിക്കുന്ന കുട്ടിയെങ്കിലും ഈ തിരുവിതാംകൂറിലെ രാജാവാകണം. വളരെ ദീർഘമായ കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടലുകൾ നടത്തിയ ശേഷമാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ സ്വന്തം ഭാര്യയോട് രണ്ടുപേരെ ദത്തെടുക്കുവാൻ
ആവശ്യപ്പെടുന്നത്. കാരണം അവർക്കിനി സന്താനങ്ങൾ ഉണ്ടാവില്ല. ആ പ്രായം കഴിഞ്ഞിരിക്കുന്നു. ആ പ്രായം കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് അവര്, അതായത് ദത്ത് വഴി സഹോദരിയായി എത്തപ്പെട്ട ലക്ഷ്മിബായി സഹോദരനായ മൂലം തിരുനാൾ രാമവർമ്മയോട് ദത്തിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയില് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജില് ഈ ദത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവം അല്ല അവർക്ക് പൊതുവെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നതും ദത്തുകളെ നിരുത്സാഹപ്പെടുത്തുക, അതുപോലെ അവകാശികൾ ഇല്ലാതായി വരുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ബ്രിട്ടീഷ് രാജിന്റെ ഭാഗമാക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. നമുക്കറിയാം 1857 സ്വാതന്ത്ര്യ സമരത്തിലെ ധീരനായികയായ ഝാൻസി റാണിയുടെ കാര്യം. ഝാൻസി റാണി വാസ്തവത്തിൽ രാജാവിന്റെ പത്നി മാത്രമാണ്. ആ നിലയിലാണ് അവർ റാണിയായത്. അവർക്ക് റീജന്റായി മാത്രമേ ഝാൻസി ഭരിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അവരൊരു രാജകുമാരനെ ദത്തെടുക്കുന്നു. ആ രാജകുമാരന് ഭാവിയിൽ ഝാൻസി ഭരിക്കാം. എന്നാൽ ഈ ദത്തിനെയാണ് അന്നത്തെ വൈസ്രോയി അല്ലെങ്കിൽ അന്നത്തെ ഗവർണർ ജനറൽ എതിർക്കുന്നത്. ഗവർണർ ജനറൽ എതിർത്തു എന്ന് മാത്രമല്ല, ഈ ഝാൻസി അനക്സ് ചെയ്തതിനെതിരായിട്ടാണ് ഝാൻസി റാണി യുദ്ധം ചെയ്യുന്നത്. ഈ ചരിത്രമെല്ലാം, ഈ ഭൂതകാല ചരിത്രമെല്ലാം ഈ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു. 2 കുട്ടികളെ ദത്തെടുക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം ശ്രേഷ്ഠമായിരിക്കണം. മാത്രവുമല്ല, അവരറിയപ്പെടുന്ന കുടുംബത്തിൽ നിന്നായിരിക്കണം. അന്ന് വിശ്രുതനായ ഒരു കലാകാരനായി രാജാ രവിവർമ്മ അറിയപ്പെട്ടിരുന്നു. അപ്പൊ രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളെ ആണ് ദത്തെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ദത്ത് ഈ പറഞ്ഞ പോലെ വൈസ്രോയി അതിനെ അനുകൂലിക്കും. അങ്ങനെയുള്ള ചില കണക്കുകൂട്ടലുകൾ കൂടി നടത്തിയിട്ടാണ് ഈ 2 കുട്ടികളെ ദത്തെടുക്കുന്നത്. എപ്പോഴും ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് പകരം 2 കുട്ടിയെ, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം വരികയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയും ഉണ്ടാവണമല്ലോ. അന്ന് ഈ ദത്തിനെ കുറിച്ചുള്ള കൂടിയാലോചനയെ അതിനിശിതമായി എതിർത്തിരുന്ന ആളാണ് ശ്രീമൂലം തിരുനാളിന്റെ സഹോദരനായ ഭരണി തിരുനാൾ രാമവർമ്മ. അദ്ദേഹം ആദ്യമേ തന്നെ ഈ ദത്തിനെ എതിർത്തു. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്കിപ്പോ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ആർക്കൈവ്സിലുണ്ട്, അത് ആവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. കൂടുതൽ അറിയണമെന്നുള്ളവർ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മതി. ഒരു കാരണവശാലും അദ്ദേഹത്തിന് പിന്നെയും സേതു ലക്ഷ്മിബായിയുടെ ദത്തിനെ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് സേതു പാർവതിബായിയുടെ ദത്തിന് അനുകൂലമല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഈ പാർവതിബായി എന്ന കൊച്ചുകുട്ടി തിരുവിതാംകൂറിലേക്ക് വരുന്നത്. അവരെ വളർത്താനായിട്ട് അവരുടെ അമ്മമാരും കൂടി വരുന്നു. അതായത് രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളാണ്. അവരെ അർത്ഥ സഹോദരിമാരാണ്, അവരെ നേരെ സഹോദരിമാരല്ല. അന്ന് തന്നെ അതിൽ ഒരാൾക്ക് സൗന്ദര്യം കൂടുതലായിരുന്നു, ഒരാൾക്ക് സൗന്ദര്യം കുറവായിരുന്നു. സ്വാഭാവികമായി സൗന്ദര്യം കുറവുള്ള ആള് സൗന്ദര്യം കൂടുതലുള്ള ആളിനോട് അസൂയ പുലർത്തിയിരുന്നു. ആ അസൂയയുമായിട്ടാണ് ഈ ജൂനിയർ റാണി അല്ലെങ്കിൽ സേതു പാർവതിബായി വളരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 പേർക്കും അധ്യാപകരെ, നല്ല ട്യൂട്ടേഴ്സിനെ വെക്കുന്നു. നന്നായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവർ മലയാളം സംസാരിക്കുന്നു, അത്യാവശ്യം രാജ്യതന്ത്രം പഠിക്കുന്നു, ഭൂമിശാസ്ത്രം പഠിക്കുന്നു. പഠന കാര്യങ്ങളില് 2 പേരും വളരെ മിടുക്കികളായിരുന്നു. 2 പേർക്കും സംഗീതത്തിനോട് താല്പര്യമുണ്ട്. എന്നാൽ രണ്ടാമത്തെ ആളിനാണ് സംഗീതത്തിൽ എക്സൽ ചെയ്തത്, അതായത് സേതു പാർവതിബായി. വലിയ വൈണികയായിരുന്നു, വീണ വായനയിൽ വളരെ പ്രാഗൽഭ്യം പുലർത്തിയിരുന്ന ആളായിരുന്നു. പക്ഷേ ഉള്ളിലൊരു ദുഃഖമുണ്ട്. കാരണം ചേച്ചിക്ക് ഒരാൺ സന്താനം ഉണ്ടാവുകയാണെങ്കിൽ ആ ആൺ സന്താനത്തിനായിരിക്കും ഭാവിയിൽ രാജാവാകാൻ കഴിയുന്നത്. ചേച്ചിയായിരിക്കും രാജമാതാവ്. ഞാനോ എല്ലാവരാലും
അവഗണിക്കപ്പെട്ട ഒരു സാധാരണ സ്ത്രീ. ആ ഒരു കോംപ്ലക്സിലാണ് അവർ വളരുന്നത്. അതിങ്ങനെ ഉരുണ്ടുകൂടിയ ശത്രുതയായിട്ട് മാറുന്നു. അപ്പൊ അക്കാലത്ത് രണ്ട് കൂട്ടരുടെയും അടുത്ത് സ്തുതിപാഠകന്മാര്, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി കുറേ സ്തുതിപാഠകന്മാരുണ്ട്. ഈ സ്തുതിപാഠകന്മാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് ശത്രു സംഹാരം, ദുർമന്ത്രവാദം എന്നൊക്കെ. സ്വാഭാവികമായി അതിനെ അതിജീവിക്കുവാൻ അസാധാരണമായ തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം സേതു ലക്ഷ്മിബായി കാണിച്ചു. സേതു പാർവതിബായി രണ്ടാം സ്ഥാനക്കാരി ആയതുകൊണ്ട്, അധികാരമോഹമുള്ളത് കൊണ്ട് കാണിച്ചില്ല. അങ്ങനെയാണ് ദുർമന്ത്രവാദം നടന്നത്. ഞാൻ ഈ ദുർമന്ത്രവാദത്തെ പറ്റി കുറച്ചൊരു നിഷ്പക്ഷമായി പരിശോധിച്ചിട്ടുള്ള ആളാണ്. എങ്കിലും ദുർമന്ത്രവാദം നടന്നിട്ടില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. വെള്ളയമ്പലം കൊട്ടാരത്തിൽ വെച്ച് ദുർമന്ത്രവാദം സേതു പാർവതിബായിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടന്നു എന്നും, അങ്ങനെ നടത്തിയ ആളുകൾ രണ്ടുപേരാണ്. ഒന്ന് ഒരു മറാഠ ബ്രാഹ്മിൻ, മറ്റൊന്ന് ഒരു തമിഴ് ബ്രാഹ്മിൻ. ഈ രണ്ട് കുടുംബങ്ങളും പിൽക്കാലത്ത് ഇക്കാര്യങ്ങൾ കൺഫസ് ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഇത് ബ്രിട്ടീഷ് ആർക്കൈവ്സിലും ഇത് സംബന്ധിച്ച രേഖകൾ ഇന്ന് ലഭ്യമാണ്. അവരിതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. ഇതിനെ ഡിനൈ ചെയ്യുകയാണ് സേതു പാർവതിബായി ചെയ്തത്. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സേതു പാർവതിബായി ശക്തമായി ഡിനൈ ചെയ്യുന്നു. പക്ഷെ ബ്രിട്ടീഷ് അധികാരികൾ ഈ സേതു പാർവതിബായിയുടെ ഉപദേഷ്ടാക്കളായി സംശയിക്കുന്ന ചിലരെ തിരുവനന്തപുരത്ത് നിന്ന് മാവേലിക്കരയിലേക്ക് പറഞ്ഞയക്കുന്നു. മറ്റാരുമല്ല, സേതു പാർവതിബായിയുടെ അമ്മ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെ. അപ്പൊ സേതു പാർവതിബായിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ തിരുവനന്തപുരത്ത് നിന്ന് നാടുകടത്തി മാവേലിക്കരയിലേക്ക് ബ്രിട്ടീഷ് ക്രൗൺ അയക്കണമെങ്കിൽ അവര് ഈ പറയുന്ന ആഭിചാരം നടന്നു എന്ന് തന്നെ അവർക്ക് വ്യക്തമായ റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കണം. പിന്നെ ഈ ആഭിചാരത്തെ പറ്റി അതൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നവർ ഇന്നും ഉണ്ട്. അതൊക്കെ ഒരു പൂജയുടെ ഭാഗമായിട്ട് അത്തരം വഴിപാടുകൾ സ്വീകരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇന്നും ഉണ്ട്. ജന്തു ബലിയൊക്കെ ഔദ്യോഗികമായി പിൽക്കാലത്ത് നിരോധിച്ചത് റീജന്റ് റാണി ഭരണാധികാരിയായിരുന്ന നാളുകളിലാണ്. തിരുവിതാംകൂറിൽ നിരോധിച്ചത് എന്ന് വെച്ച് ഇവിടെ ഇപ്പോഴും രഹസ്യമായി ജന്തുബലി നടക്കുന്നില്ലേ? രഹസ്യമായി ആഭിചാരങ്ങൾ നടക്കുന്നില്ലേ? അതൊക്കെ നടത്തിക്കൊടുക്കാനും അതിലൊക്കെ വിശ്വസിച്ചു വീഴാനും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും തയ്യാറാകുന്നു എന്നത് നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പരിതാത്ത മുഖമായിട്ട് കാണണം. തീർച്ചയായിട്ടും. അതിനൊരു ചേർത്ത് ചോദിക്കേണ്ടത്, സേതു പാർവതിബായിയുടെ ഭർത്താവ് രാമവർമ്മ കോയിത്തമ്പുരാൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരു എന്താ പറയുക, പിൻകാലത്ത് തഴയപ്പെടുകയും കുറച്ചൊരു പിന്നിലേക്ക് പോവുകയും അദ്ദേഹത്തിന് മാനസിക അസ്വസ്ഥയും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ വരികയും കുട്ടികളുമായിട്ട് അധികം സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്തതായിട്ട് സാറിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിന്റെ? ഞാൻ ആ പേരൊന്ന് കറക്റ്റ് ചെയ്യാം. അതായത് സേതു പാർവതിബായിയുടെ ഭർത്താവിന്റെ പേര് കിളിമാനൂർ രവിവർമ്മ കോയിത്തമ്പുരാൻ. സേതു ലക്ഷ്മിബായിയുടെ ഭർത്താവാണ് അനന്തപുരത്ത് രാമവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അതില് ഈ രവിവർമ്മ കോയിത്തമ്പുരാൻ അതീവ സുന്ദരനായിരുന്നു, പണ്ഡിതനായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു, ബിരുദധാരിയായിരുന്നു. ഇടയ്ക്കൊന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ഛായയാണ് ഈ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ലഭിച്ചത്. ഈ പലരും ചോദിക്കാറുണ്ട്, അമ്മയ്ക്കുള്ള സൗന്ദര്യം, അമ്മയ്ക്ക് സൗന്ദര്യം ഇല്ല എന്ന അർത്ഥത്തിൽ. സൗന്ദര്യമൊക്കെ വിലയിരുത്താൻ നമ്മുടെ കയ്യിൽ ഒരു ഉപകരണമൊന്നുമില്ല, ഞാൻ അതിലേക്കൊട്ട് മുതിരുന്നുമില്ല. പക്ഷെ അന്നത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത് സേതു പാർവതിബായിയേക്കാൾ സൗന്ദര്യം സേതു ലക്ഷ്മിബായിക്കാണെന്നാണ്. എന്നാൽ സേതു ലക്ഷ്മിബായിയുടെ ഭർത്താവിന് അത്ര സൗന്ദര്യവുമില്ല. ഈ അനന്തപുരത്തെ രാമവർമ്മ തമ്പുരാൻ, അദ്ദേഹം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ ഭാഗിനേന അനന്തരവനാണ്. എന്നാൽ
സേതു പാർവതിബായിയുടെ ഭർത്താവായി വരുന്ന ഈ രവിവർമ്മ കോയിത്തമ്പുരാൻ അതീവ സുന്ദരനായിരുന്നു. എന്നാൽ അല്പകാലം മാത്രമേ ആ ദാമ്പത്യം നിലനിന്നുള്ളൂ. അല്പകാലം മാത്രം. അദ്ദേഹത്തിന് 3 സന്താനങ്ങൾ ഉണ്ട്. ഈ നമുക്കറിയാം, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അതുപോലെ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടി, അതുപോലെ ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതം ദുസ്സഹമായിരുന്നു. ഇന്ന് മാത്രമല്ല, ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തെ പേരുകൊണ്ട് ഹൗസ് അറസ്റ്റ് അല്ല, പക്ഷെ ഒരു ഹൗസ് അറസ്റ്റിൽ കഴിയേണ്ടി വരുന്ന ആളിന്റെ ദുരിതപൂർണമായ ജീവിതമായിരുന്നു രവിവർമ്മ തമ്പുരാൻ പിൽക്കാലത്ത് അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ് ചെയ്തത്. സ്വന്തം മക്കൾ കവടിയാറില് കഴിയുന്നു. കവടിയാറിൽ അയാള് മൂത്ത മകനാണെങ്കിൽ രാജാവുമാണ്, രണ്ടാമത്തെ മകനാണെങ്കിൽ ഇളയ രാജാവാണ്, മൂന്നാമത്തെ മകള് റാണിയാണ്. പഴയ ഫോട്ടോകളൊക്കെ നോക്കണം. ഞാൻ ധാരാളം ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഈ ഫോട്ടോകളിലൊന്നും നമുക്ക് രവിവർമ്മ കോയിത്തമ്പുരാനെ കാണുകയില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അനവധി ആൽബങ്ങളുണ്ട്. നമുക്ക് ഈ ആൽബങ്ങളിൽ ഒന്നും നമുക്ക് രവിവർമ്മയെ കാണാൻ പറ്റുകയില്ല. രവിവർമ്മ ഹൗസ് അറസ്റ്റ് എന്ന് പറയാൻ വയ്യ, പക്ഷേ ഹൗസ് അറസ്റ്റിന് തുല്യമായ ഒരു യാതനാപൂർണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇത് സേതു പാർവതിബായിയുടെ പ്രതികാരം കൊണ്ട് സംഭവിച്ചതാണ്. അദ്ദേഹത്തോട് അങ്ങനെ പ്രതികാരം തോന്നാനായിട്ട് എന്തെങ്കിലും കാരണം? നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. നമുക്ക് ആകെ ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സേതു പാർവതിബായിയെ പറ്റി വന്ന ഒരു ജീവചരിത്രമാണ്. ഒരു ജീവചരിത്രമല്ല, ലഘു ജീവചരിത്രങ്ങൾ 2-3 നേരത്തെ വന്നിരുന്നു രാജഭരണകാലത്ത്. അവയൊക്കെ അത്യുക്തികൾ നിറഞ്ഞ ജീവചരിത്രങ്ങളാണ്. എന്നാൽ പിൽക്കാലത്തൊരു ജീവചരിത്രം വന്നു. അത് TN ഗോപിനാഥൻ നായർ എഴുതിയ ജീവചരിത്രമാണ്. അതിനകത്ത് വളരെ തന്ത്രപൂർവ്വം ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല. ആകെ അവരുടെ ദാമ്പത്യം അത്ര കണ്ട് കൃത്യമായിരുന്നില്ല എന്ന സൂചന തരാനായിട്ട് ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. അതിൽ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല്, അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടയാളാണ്. തെറ്റ്. സന്യാസ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെട്ടയാൾക്ക് 3 സന്താനങ്ങൾ ഉണ്ടാവില്ലല്ലോ. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് മൂക്കില് ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചില ഓപ്പറേഷനൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ടൊക്കെ അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു എന്നാണ്. ഞാന് പിൽക്കാലത്ത് അദ്ദേഹത്തിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരിൽ നിന്ന് മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, രാജപത്നി അമ്മ മഹാറാണി ചെയ്തത്. അതിൽ തിരുവനന്തപുരത്തുകാർക്ക് അതില് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരതിനെ മാതൃകയായിട്ട് കണ്ടിരുന്നില്ല. ഒരിക്കലും തങ്ങളുടെ മകൾ അമ്മ മഹാറാണിയെ പോലെ ആകരുത് എന്നായിരുന്നു അന്നത്തെ അമ്മമാര് മക്കളെ ശാസിച്ചിരുന്നത്. അതിൽ ഇവിടെ ഒരു കാര്യം കൂടി, ഒരു ചെറിയ കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത്, അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവര് അന്തസ്സോടെ ചെയ്യേണ്ടിയിരുന്നത് വിവാഹമോചനം നടത്തുകയായിരുന്നു. അവർക്ക് അവർക്ക് പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ ഭർത്താവിനെ അവർ ഡൈവോഴ്സ് ചെയ്തിട്ട് അത് ഗുഡ് ബൈ പറയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഭർത്താവായി ഡൈവോഴ്സ് ചെയ്യാതിരിക്കുകയും ഭർത്താവായി രേഖകളിൽ വെക്കുകയും ഭർത്താവിനെ വളരെ ഒറ്റപ്പെടുത്തി ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കുകയും ചെയ്തതിനകത്ത് ഒരു കുടില തന്ത്രമുണ്ട്. മാത്രമല്ല, മറ്റ് ദുഷ്പേരുകൾ ആ അമ്മ മഹാറാണിയെ കുറിച്ച് ഉണ്ടായിരുന്നു. ശുഭചേച്ചി, ഒരു ചെറിയ സംശയം അതിൽ അന്ന് ചോദിക്കണമെന്ന് പറയാനുണ്ട്. ശുഭചേച്ചി ചോദിച്ചോളൂ.
എനിക്ക് ഞാൻ കേട്ടറിവാണ്. ദത്തെടുത്തത് കിളിമാനൂരിൽ നിന്നാണോ അതോ മാവേലിക്കരയിൽ നിന്നാണോ? മാവേലിക്കരയിൽ നിന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ദത്തെടുത്തത് കിളിമാനൂരാണോ മാവേലിക്കരയാണോ എന്നാണ് ശുഭചേച്ചി ചോദിച്ചത്. ദത്തെടുത്തത് മാവേലിക്കരയിൽ നിന്നാണ്. ഈ രാജകുടുംബത്തിലെ അങ്ങനെ എവിടെ നിന്ന് കിളിമാനൂരിൽ നിന്ന് ദത്തെടുക്കാനേ ഒക്കെയില്ല. അതായത് ഭർത്താക്കന്മാർ കിളിമാനൂരിൽ നിന്നാവാം. കിളിമാനൂരിൽ നിന്ന് മാത്രമല്ല, കിളിമാനൂര്, പാലിയേക്കര, അതല്ലെങ്കിൽ അനന്തപുരം, അതല്ലെങ്കിൽ ലക്ഷ്മീപുരം, ഇങ്ങനെ തിരഞ്ഞെടുത്ത കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ നിന്നൊക്കെ ആവാം ഭർത്താക്കന്മാര്. പക്ഷെ കുട്ടികളെ ദത്തെടുക്കുന്നത് ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അത് കോലത്ത് നാട്ടിൽ നിന്നേ ആകാവൂ. ഇവിടെയാകട്ടെ ഈ കോലത്ത് നാട്ടിൽ നിന്ന് പ്രധാനമായിട്ട് 2 ശാഖകളാണ് തിരുവിതാംകൂറിലേക്ക് വന്നത്. അതില് ഒന്ന് പള്ളിക്കോവിലകം, മറ്റൊന്ന് ചെങ്ങക്കോവിലകം. ഈ പള്ളിക്കോവിലകത്ത് നിന്ന് വന്ന ആളുകള് മാവേലിക്കര തന്നെയാണ് താമസിക്കുന്നത്. ശരിക്കും മാവേലിക്കരയ്ക്ക് അടുത്ത് ആയിരിക്കും താമസിക്കുക. ഈ പള്ളിക്കോവിലകത്ത് നിന്ന് വന്ന ഒരു തമ്പുരാട്ടിക്ക് കിളിമാനൂരിൽ നിന്നുള്ള ഒരു തമ്പുരാൻ വിവാഹം കഴിച്ചു. അതിലുണ്ടായ മകനാണ് തിരുവിതാംകൂറിന്റെ രൂപീകരണം തന്നെ നിർവഹിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ ഈ പറയുന്ന റാണി സേതു ലക്ഷ്മിബായിയും സേതു പാർവതിബായിയും മാവേലിക്കരയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോഴും വംശവൃക്ഷത്തിന്റെ വേരുകൾ കോലത്ത് നാട്ടിലെ തന്നെയാണ്. പക്ഷെ കോലത്ത് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതിന് പകരം ഈ ചെങ്ങക്കോവിലകത്ത് നിന്നുള്ള 2 കുട്ടികളെ എടുക്കണം എന്നുള്ള ശാഠ്യം ഈ പറയുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ ഭാര്യയുടേതായിരുന്നു, ലക്ഷ്മി റാണിയുടേതായിരുന്നു. അവിടെ അവരൊരു നാടകം കളിച്ചു. ആ നാടകം എന്താന്ന് പറഞ്ഞാല് തൊട്ടു മുമ്പ് ദത്തെടുത്ത അതേ ശാഖയിൽ നിന്ന് വീണ്ടും എടുക്കരുത്. അതൊക്കെ അപ്രഖ്യാപിത നിയമങ്ങളാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇവര് 2 പേരും മാവേലിക്കരയിലെ ചെങ്ങക്കോവിലകത്തിന്റെ ഭാഗമായ ഉത്സവ മഠത്തിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഉത്സവ മഠത്തിൽ നിന്ന് ദത്തെടുക്കരുത്. വേറെ മഠങ്ങൾ വേറെയുണ്ട്. വേറെ ബ്രാഞ്ചസ് ഉണ്ട്. മണ്ണൂർ മഠമുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് എണ്ണക്കാട്ട് മഠമുണ്ട്. അവിടുന്നൊക്കെ എടുക്കാവൂ. അതിന് പകരം എന്ത് ചെയ്തു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നറുക്കിട്ടെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ നറുക്കിലുള്ള 10 പേരുകളും ഈ 2 തമ്പുരാട്ടിമാരുടേതായിരുന്നു എന്നാണ് ഓറലായിട്ട് നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കഥകൾ. അതിന്റെ യഥാർത്ഥ വിവരത്തെ പറ്റി അറിയില്ല. ആ നറുക്കെടുത്തത് കരുമാരത്ത് നമ്പൂതിരിയാണ്. ആ കരുമാരത്ത് നമ്പൂതിരിയെ ബ്രൈബ് ചെയ്തിട്ടാണ് എടുത്തത്. ഇതൊക്കെ കഥകളാണ്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. തീർച്ചയായിട്ടും ഇതൊക്കെയാണെങ്കിലും പാർവതിഭായി തമ്പുരാട്ടിയാണ് CPA ദിവാനായി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തത്. സാറിന്റെ ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ദീർഘവീക്ഷണം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു? എങ്ങനെ ഇവർക്ക് CP രാമസ്വാമി ഇവിടെ ദിവാനായി കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളതും? അതിലൊരു ദീർഘവീക്ഷണവും ഇല്ല. കേവലം യാദൃശ്ചികത്വം, കേവലം യാദൃശ്ചികം. അത് ഒരു മാവിന്റെ മുകളിൽ ഒരു കാക്ക വന്നിരുന്നു. കാക്കയുടെ ലക്ഷ്യം എന്താണ്? മാമ്പഴം കൊത്തുക, മാമ്പഴം തിന്നുക. പക്ഷെ കാക്കയ്ക്ക് കൊത്താൻ കിട്ടുന്നതിന് മുമ്പ് മാമ്പഴം താഴെ വീണു. അവിടെ ചുവട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആ മാമ്പഴം എടുത്ത് തിന്നു എന്ന് പറയുന്നത് പോലെ കേവലം യാദൃശ്ചികമായി സംഭവിച്ചതാണ് CPയുടെ തിരുവിതാംകൂർ ആഗമനം. അന്ന് ഈ 2 റാണിമാരും തമ്മിൽ ഉള്ള ശത്രുത എല്ലാ അതിരുകളെയും ലംഘിച്ച് അത് അനാരോഗ്യകരമായി തുടർന്നു. ആ ശത്രുത അങ്ങനെ തുടരുന്ന സമയത്ത് സേതു ലക്ഷ്മിബായി നേരിട്ട് ഒന്നും ചെയ്തതായി ആരും പരാതിപ്പെടുന്നില്ല. നേരെ മറിച്ച് സേതു ലക്ഷ്മിബായിയുടെ ഭർത്താവായ രാമവർമ്മ വലിയ കോയിത്തമ്പുരാൻ അത്ര സാത്വികനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ചില കുതന്ത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് റീജൻസി നീട്ടിക്കിട്ടണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ബ്രിട്ടീഷ് ക്രൗണിന് എഴുതി. ആ റീജൻസി നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്
ബ്രിട്ടീഷ് ക്രൗഡിന് എഴുതിയപ്പോൾ ബ്രിട്ടീഷ് ക്രൗഡ് അത് അംഗീകരിച്ചു. സാധാരണഗതിയിൽ 16 വയസ്സ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് പൂർത്തിയാകുന്ന ദിവസം ക്രൗൺ രാജാവാക്കേണ്ടതാണ്, കിങ് ആയിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കേണ്ടതാണ്. അതുണ്ടായില്ല. അപ്പൊ ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയും എൻ്റെ മകന് ഒരിക്കലും രാജാവാകാൻ കഴിയുകയില്ല എന്ന് വരികയും ചെയ്താലുള്ള അപകടം മനസ്സിലാക്കിക്കൊണ്ട് വൈസ്രോയിയോട് നേരിട്ട് വാദിക്കുവാൻ തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയെ അവരന്വേഷിച്ചു. അങ്ങനെയാണ് CP രാമസ്വാമി അയ്യരെ അവർ കണ്ടെത്തിയത്. അല്ലാതെ ദിവാനാക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരം അന്നേരം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല CP രാമസ്വാമി അയ്യർ വന്നു. CP രാമസ്വാമി അയ്യർക്ക് വില്ലിംഗ്ടണോടും മാത്രമല്ല ലേഡി വില്ലിംഗ്ടണോട് അതിനേക്കാൾ കൂടുതൽ അടുപ്പമുണ്ട്. ഈ വൈസ്രോയിയും ലേഡി വൈസ്രോയിയും സിംലയിലെ വേനൽക്കാല വസതിയിൽ താമസിക്കുമ്പോൾ CP രാമസ്വാമി അയ്യർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ കൊണ്ട് പോവുകയാണ് സിംലയിലേക്ക്. സിംലയിൽ പോയിട്ട് അദ്ദേഹം നന്നായി സംസാരിക്കുന്നു, ഇടപഴകുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് അച്ഛന്റെ ഭ്രാന്തിന്റെ ഒരു അംശം ഉണ്ടെന്നാണ് പരാതി പോയിരിക്കുന്നത്. ആ ഭ്രാന്തൊന്നും ഇല്ല, ഇച്ചിരി എക്സെൻട്രിസിറ്റീസ് ഉണ്ടായിരിക്കണം, സാരമില്ല എന്ന തരത്തിൽ അങ്ങനെ ഒരു ആരോപണം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ പറ്റി പിൽക്കാലത്തും ഉണ്ടായിരുന്നു. ചില എക്സെൻട്രിസിറ്റീസ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ഫിലിം കാണാൻ കിട്ടും. KL മോഹനവർമ്മ തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററി. അതിനകത്ത് അദ്ദേഹത്തിന്റെ ചില മാനറിസംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ആ സന്ദർശനം ബാലരാമവർമ്മ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് അനുകൂലമായി. തുടർന്ന് അദ്ദേഹം രാജാവാകുന്നു. രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉപദേഷ്ടാവിനെ വേണം. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ അഡ്വൈസറായിട്ട് CP രാമസ്വാമി അയ്യരെ നിയോഗിക്കുന്നു. എന്ന് മാത്രമല്ല ട്രാവൻകൂറിന് ഒരു ഭരണഘടനയില്ല. അന്ന് ട്രാവൻകൂറിന്റെ ഭരണഘടന എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സംഭവങ്ങളിൽ എടുത്ത തീരുമാനങ്ങളെ കുറിച്ചുള്ള മതിലകം റെക്കോർഡ്സ് ആണ്. അപ്പൊ ആ മതിലകൾ എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ അന്ന് മതിലകം റെക്കോർഡ്സ് ആണ് പരിശോധിക്കുന്നത്. അപ്പൊ ആ മതിലകം റെക്കോർഡ്സിന് പകരം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അത് തയ്യാറാക്കാൻ സർവ്വതാ യോഗ്യനായിട്ടുള്ള ഒരാൾ കൂടിയാണ് CP രാമസ്വാമി അയ്യർ എന്ന് കണ്ടിട്ട് ആ ഒരു ദൗത്യം കൂടിയാണ് CP രാമസ്വാമി അയ്യരെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം വന്ന് ഒരു മാസം ഇവിടെ താമസിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഈ ദിവാൻ എന്ന് പറയുന്ന പദവി നല്ല സുഖമുള്ള ഒരു പദവിയാണ്. അധികാരം ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടാനാകാത്ത അധികാരം പ്രയോഗിക്കാൻ ദിവാന് കഴിയുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. ഇപ്പൊ അങ്ങനെയല്ല CP രാമസ്വാമി അയ്യരുടെ ജീവചരിത്രങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വെർഷൻ ഉണ്ട്. CPക്കും അത് പൂർണ്ണ സമ്മതമായിരുന്നു. തീർച്ചയായിട്ടും അത് രാജമാതാവിനും സമ്മതമായിരുന്നു, രാജാവിനും സമ്മതമായിരുന്നു. CP ഈ അഡ്വൈസറായി വന്നപ്പോൾ തന്നെ അതിന്റെ അപകടത്തെപ്പറ്റി ചിന്താശീലരായ മലയാളികൾ അന്നേരം തന്നെ മുഖപ്രസംഗങ്ങൾ എഴുതി സൂചനകൾ നൽകി. കേസരി ബാലകൃഷ്ണപിള്ള എഴുതിയത് കേസരി പത്രത്തിലെ ഒരു എഡിറ്റോറിയലില് ഈ CPയെ ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്നത് വലിയ അപകടത്തിൽ കലാശിക്കും. കാരണം കോഴിയെ സൂക്ഷിക്കാനായിട്ട് കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെ ആയിരിക്കും CPയെ ഈ തിരുവിതാംകൂറിന്റെ ചുമതലകൾ ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി നമുക്കറിയാമല്ലോ, പിന്നീട് പ്രസിദ്ധീകരണം മുമ്പോട്ട് പോകാത്ത തരത്തില് എത്തി. അദ്ദേഹം മരിക്കുന്നത് വരെയും പക്ഷേ പത്രാധിപർ കേസരി എന്ന ഒരു ലെറ്റർ പേപ്പർ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ സ്വേച്ഛാധിപതിയാണ് CP എന്നുള്ളത് അന്നേ മലയാളികൾക്ക് അറിയാം. എന്ന് മാത്രമല്ല ഒരു പ്രിൻസിപ്പിൾസും ഇല്ലാത്ത ആളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച ആനി ബെസന്റിന്റെ ഒരു അനുകർത്താവായിട്ടാണ് CP രാമസ്വാമി അയ്യര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. മദ്രാസിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിലൂടെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി വരെയായി CP രാമസ്വാമി അയ്യർ. ഒരർത്ഥത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ, വല്ലഭായ് പട്ടേലിനേക്കാൾ, സുഭാഷ് ചന്ദ്രബോസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ലീഡറായിരുന്നു സർ CP രാമസ്വാമി അയ്യർ.
അങ്ങനെയുള്ള CP രാമസ്വാമിയെ കോൺഗ്രസിനെ തള്ളി, കോൺഗ്രസിനെ ഉപേക്ഷിച്ച് അദ്ദേഹം ഈ തിരുവിതാംകൂറിന്റെ ദിവാൻ പദവിയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിനെ മോഹിപ്പിക്കുന്ന എന്തൊക്കെയോ ചില ഘടകങ്ങൾ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താണെന്ന് അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും ഇതല്ലോ മറ്റേ വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ ഭാര്യയുമായിട്ട് വളരെയധികം അടുപ്പമുള്ളതായി സാർ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? കാരണം അതത്ര നമുക്ക് പെട്ടെന്ന് അങ്ങനെ എങ്ങനെ അടുപ്പമുണ്ടായെന്ന് പറയാൻ കഴിയാത്തൊരു വസ്തുതയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് എനിക്ക് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിച്ചില്ല. ഞാൻ ഒറ്റ വാക്യത്തിൽ പറയാം. ലേഡി മൗണ്ട് ബാറ്റനും നെഹ്റുവുമായുള്ള ബന്ധം പോലത്തെ ഒരു ബന്ധം എന്ന് ധരിച്ചുകൊള്ളുക. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അനുസ്മരിപ്പിച്ചത്. ആ ഒരു ബന്ധത്തിന്റെ ഞാൻ പറയാതെ പറയുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ പറയാൻ കഴിയണം. തീർച്ചയായിട്ടും എനിക്ക് അടുത്തത് സാർ അതിൽ എഴുതിയിരുന്ന വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൗതുകരം എന്നല്ല, അതൊരു പക്ഷേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അതായത് രാജാവിനെ അല്ലെങ്കിൽ ഈ രാജകുടുംബത്തെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് സാർ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ പിൻകാലത്ത് ഇപ്പോൾ ഉള്ള മഹാറാണിയെയും ഒന്ന് പ്രേരിപ്പിച്ചിരുന്നതായിട്ടൊക്കെ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ബെഞ്ചമിൻ ബാലരാമവർമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ടിനെ പറ്റിയിട്ടാണ്. അതൊന്ന് വിശദീകരിക്കാം. കാരണം അത് വളരെ അതൊരു സീക്രട്ട് ഫയലാണ്. അതുകൊണ്ട് തന്നെ ആ ഫയൽ നമുക്ക് ലഭ്യമല്ല. പക്ഷെ ആ ഫയൽ പറയുന്ന കാര്യങ്ങളുടെ ഇംപ്ലിമെന്റേഷൻസ് ഇവിടെ നടന്നു. അപ്പൊ ആ ഇംപ്ലിമെന്റേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നു എന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എനിക്ക് ലണ്ടനിലുള്ള സാൽവേഷൻ ആർമിയുടെ ഓഫീസിലെ ഇത്തരം ഫയലുകൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. കാരണം ചില ദൗത്യങ്ങൾ ഒരു കാലഘട്ടത്തില് നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അത് നടപ്പിലായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കും. അങ്ങനെ ഈ ഫയൽ നശിപ്പിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത. പക്ഷെ ചില സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. കവടിയാർ കൊട്ടാരം, അത് കവടിയാർ ജംഗ്ഷനിലാണ്. ആ കവടിയാർ ജംഗ്ഷന്റെ തൊട്ടടുത്താണ് ഏതാണ്ട് കുറവങ്കോണം വരെയുള്ള സ്ഥലങ്ങൾ സാൽവേഷൻ ആർമിയുടെ ആണ്. സാൽവേഷൻ ആർമിയുടെ കേരളത്തിന്റെ ആസ്ഥാനമാണ്. ഒരു സാമൂഹ്യ സംഘടനയാണ്. അവരെ പറ്റി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാൻ അവരുടെ സ്കൂളിൽ പഠിച്ച ആളാണ്. സാൽവേഷൻ ആർമിക്ക് ഭേദപ്പെട്ട ഒരു സ്കൂള് ഉണ്ട് തിരുവനന്തപുരത്ത്. ആ സ്കൂളിലെ അധ്യാപകരെ പറ്റി എനിക്ക് സാൽവേഷൻ ആർമിക്കാരായിട്ടുള്ള അധ്യാപകർ സ്നേഹസമ്പന്നരായ അധ്യാപകരാണ്. അവർ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്ന അധ്യാപകരാണ്. എനിക്കങ്ങനെ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു ചരിത്ര സത്യം എഴുതാൻ നേരത്ത് മുഖം നോക്കിയില്ല എന്ന് മാത്രം. തിരുവിതാംകൂറിൽ സാൽവേഷൻ ആർമി വരുന്നത് തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റിക്ക് പോലും കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ചെയ്യാൻ മടിയായിരുന്ന ഒരു കാലത്താണ് സാൽവേഷൻ ആർമിയുടെ സുവിശേഷകർ കുഷ്ഠരോഗ ചികിത്സയ്ക്കായിട്ട് എത്തുന്നത്. അവർ നാഗർകോവിലിൽ വന്ന് ഒരു കുഷ്ഠരോഗ ആശുപത്രി തുടങ്ങുകയാണ്. കുഷ്ഠരോഗികളുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയുള്ള ഒരു കോളനി അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നടത്തിയ, പ്രശംസനീയമായ പ്രവർത്തനം നടത്തിയ ഒരു സഭയാണ്. പക്ഷെ അതേ സമയവും നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ ക്രിസ്തു മതത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഒരാൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആ ആള് ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കണം. ക്രിസ്തുമതം സ്വീകരിക്കാത്ത ഒരാള് പാപിയായിട്ട് നരകത്തിൽ പോകുക. അപ്പൊ പാപിയായിട്ട് നരകത്തിൽ പോകാതെ ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതപരിവർത്തനം ചെയ്യുന്നത് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അവർ സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ അവരെ അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നേയില്ല. ഈ പുസ്തകത്തിൽ സാൽവേഷൻ ആർമിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്ക് പല സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചു.
വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ ഞാൻ ഒരു സോഴ്സ് മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. അത് വേദബന്ധുവാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആര്യ സമാജത്തിലെ ആക്ടിവിസ്റ്റ് ആയിരുന്നു, സംസ്കൃത കോളേജിലെ അധ്യാപകനായിരുന്നു, ജോലി രാജിവെച്ച് മുഴുവൻ സമയവും ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിച്ച ആളാണ് ഈ പറയുന്ന വേദബന്ധു. നമ്മുടെ പി കേശവദേവിനെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ആളാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നായർ, ക്രൈസ്റ്റ്, ഈഴവ എന്നൊക്കെ പറയുന്ന വേർതിരിവുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച, ബ്രാഹ്മണ ആ വേർതിരിവുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ആൾ, ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഈ പറയുന്ന വേദബന്ധു. കൽപ്പാത്തി പ്രക്ഷോഭത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് വേദബന്ധു. വേദബന്ധുവിനെ ഈ നവോത്ഥാന മൂല്യങ്ങളെ പറ്റി പറയുന്നവര് വേണ്ടതുപോലെ ആദരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ വേദബന്ധുവിനുമായിട്ട് ഞാൻ നേരിട്ട് നടത്തിയ ആ ഇന്റർവ്യൂ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറോടുകൂടി ഞാൻ അത് സൂക്ഷിക്കുന്നു. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയ ഒരു രേഖ. പക്ഷെ ഒരിക്കലും ഒരു രേഖ മാത്രം വെച്ചുകൊണ്ട് നമ്മളൊരു നിഗമനത്തിൽ എത്തരുത്. നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് CP രാമസ്വാമി അയ്യരുടെ ഒരു ജീവചരിത്രം വായിക്കുന്നത്. ആ ജീവചരിത്രം എഴുതിയ സരോജ സുന്ദർരാജ് അവര് മറ്റൊരു കാര്യമാണ് പറയുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എങ്ങനെയാണ് രാജാവിനെ ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന കാര്യം ചെറിയ ചെറിയ സൂചനകളിലൂടെ അവർ വിശദമാക്കിയിരുന്നു. അത് വളരെ കൗതുകം തോന്നി. ഐമനം എന്ന് പറയുന്ന കോട്ടയത്തെ സ്ഥലം, ആ സ്ഥലത്തെ ഒരു മാടമ്പിയായിട്ടുള്ള കൈമൾ, ആ കൈമൾക്ക് അതിസുന്ദരികളായ 2 മക്കൾ. ആ 2 മക്കളില് ആരെയെങ്കിലും ഒരാളിനെ വിവാഹം കഴിക്കണം. ആര്? പിന്നെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആ വിവാഹം കഴിക്കാനായിട്ട് ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിക്കാനായിട്ട് കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെ എഴുതുകയാണ്. കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പ് മറുപടി എന്തെഴുതിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആർച്ച് ബിഷപ്പ് അതിൽ വലിയ ആവേശമൊന്നും കാണിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇയാള് നിരന്തരമായിട്ട് കത്തെഴുതി. അത് കഴിഞ്ഞിട്ട് ഇയാളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അന്ന് തിരുവനന്തപുരത്തെ YWCA പ്രവർത്തക ആയിട്ടുള്ള ഒരു മദാമ്മ കൂടെയുണ്ട്. അവരുടെ ആവശ്യവും മറ്റൊന്നുമല്ല. ഒരു ക്രിസ്ത്യൻ ലേഡിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല രാജാവ്. അതുകൊണ്ട് എന്ത് ചെയ്തു? രാജാവ് ഒരു മാടമ്പി കുടുംബത്തിലെ ഒരു 2 സുന്ദരിമാരിൽ ആരെങ്കിലും ഒരാളിനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അന്നത്തെ YWCA സെക്രട്ടറി, തിരുവനന്തപുരത്തെ YWCA സെക്രട്ടറി CP രാമസ്വാമി അയ്യർക്ക് എഴുതുകയാണ്. ആ CP രാമസ്വാമി അയ്യർ അവരെ കൈകാര്യം ചെയ്തു. അതോടുകൂടി ആ പദ്ധതി പൊളിഞ്ഞു. പല പദ്ധതികളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് രേഖകൾ ലഭ്യമാണ്. താരതമ്യേന വേണ്ടതുപോലെ അറിയാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന സാൽവേഷൻ ആർമിയുടെ ബെഞ്ചമിൻ രാമവർമ്മ പദ്ധതി. അതുകൊണ്ട് അതിന് മാത്രം ഞാൻ മറ്റാരും പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. എങ്കിലും അത്ര നിഷ്കളങ്കമായിരുന്നില്ല. അതെ, അവരുടെ ഉദ്ദേശം ഇതാണ്. ഒരു ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ജനസംഖ്യയുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ട്രാവൻകൂർ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിലെ ഭരണാധികാരി ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ സുവിശേഷ പ്രവർത്തനം അനായാസമാകും. പിന്നെ അവിടെ അവർക്ക് അനായാസമായിട്ട് ഈ പിന്നെ അവിടുത്തെ ജനസംഖ്യയെ, ഡെമോഗ്രഫിയെ മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിന് പിന്നെ ഈ ബ്രിട്ടീഷ് ക്രൗൺ തന്നെ അവിടെ ഇരട്ടത്താപ്പ് കളിക്കും. അവരെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ കാര്യത്തില് അവര് അവിടെ മതപരിവർത്തനത്തിന് ഇടപെടില്ല. നേരെ മറിച്ച് ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷ് റൂൾ ഉള്ള സ്ഥലത്ത് അവർ മതപരിവർത്തനം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എങ്കിലും മദ്രാസ് പ്രസിഡൻസിയില് വളരെ അനായാസമായിട്ട് മതപരിവർത്തനം നടന്നിരുന്നു. പ്രത്യേകിച്ച് തിരുനെൽവേലി, കന്യാകുമാരി എന്ന ട്രാവൻകൂറിന്റെ പാർട്ടാണ് തിരുനെൽവേലി ജില്ലയില്. അപ്പൊ അവരും ഡബിൾ ഗെയിം ഉണ്ടായിരുന്നു. ഒരു മോസ്റ്റ് ലോയൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കിട്ടും എന്നുള്ളത് അവരും ഇഷ്ടപ്പെട്ടിരുന്നു. അത് തന്നെയാണ് പോർച്ചുഗീസുകാരുടെ കാര്യത്തിൽ സംഭവിച്ചത്. അക്കാര്യത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി താരതമ്യേന ഒരു വലിയ നിഷ്പക്ഷത നയമാണ് തുടർന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം.
എങ്കിലും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പള്ളികൾക്ക് ഉദാരമായി സംഭാവന ചെയ്തിരുന്നു. ക്രൈസ്തവരെ അവരെ ഇടനിലക്കാരായി, കച്ചവട ഇടപാടുകളിലെ ഇടനിലക്കാരായി തിരഞ്ഞെടുത്തിരുന്നത് ക്രൈസ്തവ വിശ്വാസികളെ ആയിരുന്നു. തീർച്ചയായിട്ടും സാർ, അതുപോലെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ബുക്കിൽ ഞാൻ വായിച്ചത്, കുറച്ച് മതിലകം രേഖകൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് നശിപ്പിക്കപ്പെട്ടതായിട്ട് സാർ എഴുതിയിട്ടുണ്ട് ബുക്കിൽ. ഈ നശിപ്പിക്കപ്പെട്ട രേഖകളിൽ എന്തായിരുന്നു അതിന്റെ കണ്ടന്റ് എന്നും, അല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ള കാരണം എന്താണെന്നും സാറിന് മനസ്സിലായിട്ടുണ്ടോ? അത് ഊഹിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ രജിസ്റ്റർ നോക്കിയപ്പോഴാണ് 2 സന്ദർഭങ്ങളിലായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ പറയുന്നത് ഈ വട്ടെഴുത്ത് എഴുതാൻ അറിയാവുന്ന ആളിനെ മതിലകം രേഖകൾ പരിശോധിക്കാനായിട്ട് അയക്കണം. അപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് ട്രാവൻകൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വട്ടെഴുത്ത് അറിയാൻ കഴിവുള്ള ആളുകളെ മതിലകം രേഖകൾ പരിശോധിക്കാനായിട്ട് അയക്കുന്നു. പിന്നെ ഞാൻ ആ രജിസ്റ്ററിൽ കണ്ട ഒരു കാര്യം, ഈ വട്ടെഴുത്ത് രേഖകളിൽ ചിലത് രാജ്യ താല്പര്യത്തിന് എതിരായതിനാൽ അത് പരിശോധിച്ച് നശിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ദിവാന്റെ എഴുത്താണ് കാണുന്നത്. CP രാമസ്വാമിയുടെ കാലത്ത് ദിവാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറെ രേഖകൾ നശിപ്പിച്ചു. അത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ അമ്മ മഹാറാണി ഉണ്ടെന്ന് വേണം ഊഹിക്കേണ്ടത്. അങ്ങനെയാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർഷങ്ങളായിട്ട് കേട്ടുവരുന്ന ഒരു ഓറൽ ട്രഡീഷൻ. ഇത് മാത്രമല്ല, ആർ വാസുദേവ പൊതുവാൾ എന്ന ട്രാവൻകൂർ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടന്റ് അമ്മ മഹാറാണിയുടെ വിശ്വസ്തനായ ഒരു അനുയായിയായിരുന്നു. അതിന്റെ കണ്ടന്റിനെ പറ്റി നമുക്ക് അറിയില്ല. പക്ഷെ ഈ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, മതിലകം രേഖകൾ പരിശോധിക്കാനായിട്ട് വട്ടെഴുത്ത് വിദഗ്ധന്മാരെ അയക്കണമെന്ന് പറയുന്ന രേഖ. മറ്റൊന്ന്, ഈ ചില അപകടകരമായ രേഖകൾ പരിശോധിച്ച ശേഷം രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് നശിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം. അപ്പൊ നശിപ്പിച്ചത് ആരാണ്? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സൂപ്രണ്ടന്റ് ആണ്. പക്ഷെ നശിപ്പിക്കണമെന്ന് പറയുന്നത് ആരാണ്? ദിവാന്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, പ്രൈവറ്റ് സെക്രട്ടറിയാണ് പറയുന്നത്. അക്കാലത്താണ് നമുക്ക് കൂട്ടി വായിക്കാനായിട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ TK വേലുപ്പിള്ള എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് അക്കാലത്താണ്. അപ്പൊ ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ കാര്യത്തില് അതിലകത്ത് ഉമയമ്മ റാണി വന്ധ്യയാണെന്ന് പറയുന്നുണ്ട്. അത് രാജകുടുംബത്തെ പ്രകോപിപ്പിച്ചു. രാജകുടുംബത്തിന് വാസ്തവത്തിൽ ഉമയമ്മ റാണിയുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അത് വേണ്ട, കളിപ്പാങ്കുളം സംഭവം ശരിയല്ല എന്ന് പറഞ്ഞു. അതും രാജകുടുംബത്തിന് വിരോധമായി. ഇത് രണ്ടും റിമൂവ് ചെയ്യണമെന്ന് TK വേലുപ്പിള്ളയോട് പറഞ്ഞു. കാരണം അതിനു മുമ്പുള്ള V നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലില് ഇത് രണ്ടും ഉണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് ഒരുപാട് രാജകോപത്തിന് ഈ TK വേലുപ്പിള്ള പിന്നീട് വിധേയനായി. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് തുക ട്രഷറിയിലേക്ക് മടക്കി അയക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ വീട് വിൽക്കേണ്ടി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ പിൻതലമുറ പറയാറുണ്ട്. ഞാൻ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ നമ്മുടെ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹം എടുത്തിരുന്ന തീരുമാനങ്ങളിൽ എത്രത്തോളം അദ്ദേഹത്തിന് സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹം വളരെ സ്വതന്ത്രമായി രാജ്യം ഭരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാണ് സൂചന സാറിന്റെ ബുക്കിൽ നിന്ന് കിട്ടുന്നത്. അതിൽ ഞാൻ അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിരുന്നു. അദ്ദേഹം രാജ്യ പുരോഗതിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ഒരു ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി തുടങ്ങി. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, വരും നാളുകളിൽ നമുക്ക് കൃഷി മാത്രം പോരാ, നമുക്ക് വ്യവസായങ്ങൾ വേണം എന്ന് മുൻകൂട്ടി കണ്ടു. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന ആ നിർണായകമായ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിനെ നമുക്ക് പ്രശംസിക്കാൻ വകതരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലില് ഇതെല്ലാം നടത്തിയെടുത്തതും അദ്ദേഹത്തിന് കൃത്യമായ ഉപദേശങ്ങൾ നൽകിയതും CP രാമസ്വാമി അയ്യരാണ്. അപ്പൊ CP രാമസ്വാമി അയ്യരും ഈ പറയുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മയും തമ്മിൽ ഉള്ള ഒരു കെമിസ്ട്രി തിരുവിതാംകൂറിന് പ്രയോജനം കിട്ടി. പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സേതു പാർവതിബായിയുടെ കോൺട്രിബ്യൂഷൻസും നിസ്സാരമല്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരു കാര്യം ഓർക്കണം, 1938 മുതൽ 48 വരെയുള്ള കാലത്ത് സ്വാതന്ത്ര്യദാഹികളായിട്ടുള്ള ആളുകൾ അനുഭവിച്ച നരകയാതനകൾ, അവരെ സിംസൺ പോലീസ് എന്ന് പറയുന്ന ഒരു സമാന്തര പോലീസ് അടിച്ചൊതുക്കി. ഈ പിൽക്കാലത്ത് ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അതിനേക്കാളും വലിയ മർദ്ദനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അക്കാലത്ത് ഞാൻ പറയുന്ന 1938 48 ഇടയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മർദ്ദന മുറകളാണ് ഉണ്ടായത്. ആ മർദ്ദന മുറകൾ, ഇപ്പൊ ഉദാഹരണത്തിന് സിംസൺ പടയിലെ ആ സിംസൺ അവസാനം രാജാവ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. 1948 ആകുമ്പോഴേക്കും സിംസൺ രാജാവിനോട് പറഞ്ഞു, ഞാന് ഇതുവരെ നടന്ന രഹസ്യങ്ങൾ, ഒരുപാട് വധങ്ങൾ, കൊലപാതകങ്ങൾ രേഖയിൽ പോലും ഇല്ല, പത്രങ്ങളിൽ പോലും വാർത്തയില്ല, കുറച്ച് കൊലപാതകങ്ങളൊക്കെ വന്നിട്ടുള്ളൂ, ഇതെല്ലാം ഞാൻ വെളിപ്പെടുത്തുമെന്ന് സിംസൺ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സിംസണ് രാജാവിന്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ് കൊടുക്കുകയാണ്. ഞാൻ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്, ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ്. ആ ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റ് സിംസണ് കൊടുത്തത് സിംസണെ പേടിച്ചിട്ടാണ്, സിംസൺ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റിന്റെ വിസ്തീർണം എത്രയാണെന്നറിയാമോ? 4000 ഏക്കർ. അപ്പൊ ഈ സിംസണെ ബ്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് 4000 ഏക്കർ വിസ്തൃതിയുള്ള ഒരു എസ്റ്റേറ്റ് കൊടുക്കണമെങ്കിൽ അയാൾക്ക് വെളിപ്പെടുത്തുവാൻ എത്രയോ അധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ പിന്നെ 2000 ഏക്കർ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കാരന് അയാൾക്ക് കമ്മീഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സിംസണിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അത് പ്രൈവറ്റ് ഫോറസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഫോറസ്റ്റ് ആയിട്ട് വന്നു. അവസാനം സിംസന്റെ കയ്യിൽ 2000-ഓളം ഏക്കർ ഭൂമിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇതൊന്നും എല്ലാവർക്കും അറിയാം, പക്ഷേ ആരും പറയാത്ത കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ചിത്രതിരുനാളിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രജകളോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തെ പറ്റി എനിക്ക് എത്ര പറഞ്ഞാലും അധികമാകും. തീർച്ചയായിട്ടും. ശുഭചേച്ചി അതിനിടെ ഒരു ചെറിയ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ അടുത്തത് ചോദിക്കാം. ശുഭചേച്ചി ചോദിച്ചോളൂ. ഓക്കെ, ഈ സീനിയർ റാണി ജൂനിയർ റാണി എന്നുള്ള അവർ രണ്ടുപേരുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാരണം കൊണ്ടാണോ സീനിയർ റാണിയാണ് ബാംഗ്ലൂർക്ക് പോയത്, ജൂനിയർ റാണി ഇവിടെ തന്നെ? അതിനെ പറ്റി എന്തെങ്കിലും, ഞാൻ വായിച്ചില്ല ബുക്ക്, താങ്കളുടെ ബുക്ക് വായിച്ചില്ല, പ്രതിപാദിക്കുന്നുണ്ട്? പറയാം. ഞാന് അത് ശരിക്കും ഈ സീനിയർ റാണി ബാംഗ്ലൂരിൽ പോയത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ്. ഞാൻ ഈ പുസ്തകത്തില് 1948 വരെയുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതിനുശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു, ചില സൂചനകൾ കൂടി ഞാൻ വിശദീകരിച്ചില്ല. 1948 ശേഷം സീനിയർ റാണി താമസിച്ചിരുന്നത് പൂജപ്പുരയിലെ സെതൽമണ്ട് പാലസിലാണ്. ഈ സെതൽമണ്ട്, അതിന്റെ സെതൽമണ്ട് എന്ന് കേൾക്കുമ്പോൾ സേതു ലക്ഷ്മി മൗണ്ട് എന്നുള്ളതിന്റെ ചുരുക്ക പേരാണ്. ആ സേതു ലക്ഷ്മി മനോഹരമായ കൊളോണിയൽ ശൈലിയിലുള്ള ഒരു കെട്ടിടമാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ചിത്തിരതിരുനാൾ താമസിക്കുന്നതും കവടിയാർ പാലസിലാണ്. അപ്പൊ ആ കവടിയാർ പാലസ് എന്ന് പറയുന്നത് ചിത്തിരതിരുനാളിന്റെ ജന്മാവകാശമായിട്ട് കിട്ടിയതല്ല, അദ്ദേഹം രാജാവായതുകൊണ്ട് കിട്ടിയതാണ്. ആ നിലയിൽ നോക്കുമ്പോൾ സെതൽമണ്ട് പാലസ് എന്ന് പറയുന്നത് എല്ലാം ഈ പറയുന്ന സേതു ലക്ഷ്മിബായിക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കൊടുക്കാതെ സേതു ലക്ഷ്മിബായി താമസിച്ചിരുന്ന ആ സെതൽമൗണ്ട് പാലസ് എന്ന് പറയുന്നത് ട്രാവൻകൂർ റോയൽ ഹൗസിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമയുദ്ധം ആരംഭിച്ചു. ആ നിയമയുദ്ധത്തില് നമുക്കറിയാമല്ലോ, നിയമയുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നീണ്ടുപോകും. അതിനകത്ത് എതിർഭാഗം വക്കീലിനെ
മറുഭാഗം വക്കീലിനെ കൊണ്ട് സ്വാധീനിക്കുക, ഇതെല്ലാം സാധാരണമാണ്. അവിടെ പലതും നടന്നിരിക്കാം. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അത് അന്വേഷിച്ചിട്ടുമില്ല. ഒരു കാര്യം തീർച്ച, ഈ സെറ്റിൽമെന്റ് പാലസ് റാണിക്ക് നഷ്ടപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സീനിയർ റാണി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് കൊട്ടാരത്തിലെ ജീവനക്കാര് ഒരു സമരം നടത്തുന്നു. അത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആ കൊട്ടാരത്തിലെ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ സീനിയർ റാണി ആഹാരം കഴിക്കുകയുള്ളൂ. അത്രയധികം ഒരു അമ്മയെ പോലെ കരുതൽ ബാല്യക്കാരോട് കാണിക്കുന്ന ഒരു മഹതിയായിരുന്നു സേതു ലക്ഷ്മിബായി. എന്നിട്ടും അവിടെ സമരം ഉണ്ടായി. അത് വേറെ CPIM-ന്റെ പ്രേരണയിലാണ് സമരം ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ് ആ സമരം നടത്തുന്നത്. ആ അവരുടെ തൊഴിലാളി സംഘം സമരം വന്നു, സത്യാഗ്രഹം വന്നു. അതോടുകൂടി അതും ഒരു കാരണമായി ബാംഗ്ലൂരിലേക്ക് പോകുക. പിന്നീട് അവരുടെ പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ബാംഗ്ലൂരിലാണ് താമസിച്ചത്. അവരൊരിക്കലും പിന്നീട് തിരുവിതാംകൂറിലേക്ക് മടങ്ങി വന്നിരുന്നില്ല. അവിടെ ഓർക്കണം, വിമൻസ് കോളേജിനെ ഒരു സീനിയർ ഗ്രേഡ് കോളേജാക്കിയ മഹതിയാണ്. കൂട്ടുകുടുംബം, അതായത് മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ്. അതിനു മുമ്പ് മരുമക്കത്തായമായിരുന്നു. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് ഈ പിന്തുണച്ച ക്രമം മാറ്റിയ ആളാണ്. ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച ആളാണ്. തീർന്നില്ല, ജന്തു ബലി നിർത്തലാക്കിയ ആളാണ്. തീർന്നില്ല, വലിയ എസ്റ്റേറ്റുകൾ കണ്ണൻ ദേവൻ ഹിൽസിൽ ആരംഭിക്കുന്നതിന് അനുകൂലമായ നടപടി എടുത്ത ആളാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഗാന്ധിജി 2 തവണ ഈ സേതു ലക്ഷ്മിബായിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, 2 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിയെ അത്ഭുതപ്പെടുത്തിയത് സേതു ലക്ഷ്മിബായിയുടെ ലാളിത്യമാണ്. തീർച്ചയായിട്ടും സാർ, ആ മുമ്പ് പറഞ്ഞതിലെ ഒരു 2 ചോദ്യങ്ങൾ ഞാൻ വിചാരിക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ സംസാരിച്ച് നിർത്തിയ ഭാഗം, എത്രത്തോളം സ്വതന്ത്രനായിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിന്നുള്ളതല്ലേ ആ ഭാഗത്തില്. അപ്പൊ സാറ് അന്നത്തെ ഒരു പറയാം അന്നത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാല് അത് ആ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. അതിൽ ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ CP രാമസ്വാമി അതിന് അനുകൂലമായിരുന്നു, അദ്ദേഹത്തെ അതിനെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം നമ്മൾ ഇന്ന് പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെഡ്ജിമണി നമ്മൾ ഒരുപക്ഷെ ആരോപിക്കാൻ തോന്നുന്ന ഒരാളാണ്, അങ്ങനെ ആൾക്കാർ ഒരുപക്ഷെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ദീർഘദർശിയായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ബൈ ബർത്ത് ബ്രാഹ്മിൻ ആയിരിക്കും, പക്ഷേ അദ്ദേഹം തിയോസഫിസ്റ്റ് ആയിരുന്നു. ബ്രഹ്മവിദ്യയിൽ വിശ്വസിച്ചിരുന്ന തിയോസഫിസ്റ്റ് ആയിരുന്നു. ആനി ബസന്റുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പിരിഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ അവസാന ശ്വാസം വരെയും അദ്ദേഹം തിയോസഫിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തിയോസഫിസ്റ്റ്, ഈ ബ്രാഹ്മിൻ ഹെഗിമണി എന്നൊക്കെ അങ്ങനെ ഒരു തിയോസഫിസ്റ്റിനെ ആരോപിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ഒരു അഭിഭാഷകനായതുകൊണ്ട് മദ്രാസിലെ സാധാരണക്കാരുടെയും അധസ്ഥിതരുടെയും ഒക്കെ യാതനകള് നേരിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി, ഇന്ത്യയുടെ നാളെയെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്. പക്ഷേ അതുപോലെ തന്നെ വ്യക്തതയില്ലെങ്കിലും ചിത്തിര തിരുനാളിനും ഈ അവർണർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഗാന്ധി 1925 വരുമ്പോൾ റീജന്റ് റാണിയെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം ഉന്നയിക്കുകയും ഞാനും അതിന് അനുകൂലമാണ്, പക്ഷെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭാവി ഭരണാധികാരിയായ ഈ കുട്ടിയാണ്, ഈ കുമാരനാണെന്ന് പറയുകയും ഗാന്ധിജി ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തലയാട്ടുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അപ്പൊ ചിത്തിര തിരുനാളിന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് നടപ്പിലാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങളെല്ലാം അതിവിദഗ്ധമായി അതിജീവിച്ചതിന് നമുക്ക് CP രാമസ്വാമി അയ്യർക്ക് 100-ൽ 100 മാർക്ക്.
ഞാൻ ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാത്ത കാര്യങ്ങൾ. അതായത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അനുമതി വേണം അന്ന് മതപരമായ കാര്യങ്ങളിൽ. അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഒരു സ്ഥിതപ്രജ്ഞനൊന്നും ആയിരുന്നില്ല അന്നത്തെ ആൾ. അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോട് പറഞ്ഞു രാജാവിന്റെ കാര്യം വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് അവിടുത്തെ അന്നത്തെ ചില കമ്മ്യൂണൽ പോളിറ്റിക്സ് ഉണ്ട്, നിവർത്തന പ്രക്ഷോഭത്തിന്റെയും മറ്റു നാളുകളിൽ ഉണ്ടായത്, അതൊക്കെ ഒന്ന് പറഞ്ഞു ഹിന്ദു യൂണിറ്റി അനിവാര്യമാണ്, തമ്പ്രാക്കളുടെ അനുവാദം വേണം. തമ്പ്രാക്കൾ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ തമ്പ്രാക്കളുടെ ഈ CP രാമസ്വാമി അയ്യരെ ഗിഫ്റ്റായിട്ട് ഒരു കാറ് കൊടുക്കുകയാണ്. CP രാമസ്വാമി അയ്യർ ഉപയോഗിച്ച കാറ് ആലുവ പാലസിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് തമ്പ്രാക്കളുടെ ഒപ്പും വാങ്ങിച്ചു. തമ്പ്രാക്കൾ ആദവനാട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ യാഥാസ്ഥിതികരായ ബ്രാഹ്മണര് തമ്പ്രാക്കളുടെ അടുത്ത് പറഞ്ഞു, എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞു. തമ്പ്രാക്കളുടെ കയ്യിൽ നിന്നൊരു പ്രസ് നോട്ട് വാങ്ങിച്ചു. എന്താണ്? അവർണരെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കരുത്. അത് കൊടുത്തു. പത്രങ്ങളിൽ വാർത്തയായി. വീണ്ടും CP രാമസ്വാമിയർ ഇടപെടുന്നു. ഇത്തവണ തമ്പ്രാക്കളെ കാണുന്നേയില്ല. തമ്പ്രാക്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊരു വക്കീലുണ്ട്, ആ വക്കീലിനെയാണ് കാണുന്നത്. മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വീണ്ടും തമ്പ്രാക്കളുടെ കയ്യൊപ്പ് വാങ്ങിക്കുകയാണ്. അപ്പൊ എല്ലാ സാമം ദാനം ഭേദ്യം ഒഴിച്ചുള്ള എല്ലാ തന്ത്രങ്ങളും CP രാമസ്വാമിയെ പ്രയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. 100 മാർക്ക് CPക്ക് കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് നടത്തിയെടുക്കണമെന്ന് പൂർണ്ണമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുമായിരുന്നു, അല്ലെ? മാത്രമല്ല, നമ്മൾ TK മാധവനെ പോലെയുള്ള ജനകീയ നേതാക്കന്മാരെ കുറിച്ച് മറക്കരുത്. തന്ത്രശാലിയായ CV കുഞ്ഞിരാമന്റെ സംഭാവനകൾ വിസ്മരിക്കരുത്. ഞാന് ആ ഭാഗം ഇവിടെ പറയുന്നുണ്ട്. ആ കാക്കിനട സമ്മേളനത്തിൽ പോയതും അത് കഴിഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയൊക്കെ ഞാൻ വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ ആകെ കൂടി ഈ പുസ്തകത്തില് പറയുന്നത് ഈ പ്രജയിൽ ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. അതിനാണ് ഊന്നൽ. അതിന് മുമ്പുള്ള ചരിത്രം പറയുന്നുണ്ട്, പക്ഷെ അവസാനം അതിലേക്ക് അവസാനിപ്പിക്കുകയാണ്. അതിൽ ഞാൻ പറയുന്നത് അത് പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ളൊരു മാറ്റം എങ്ങനെ തിരുവിതാംകൂർ സംഭവിച്ചു. ഇതാണ് ഞാൻ ഈ പുസ്തകത്തിൽ പ്രധാനമായി പറയുന്നത്. പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ള മാറ്റം. സാന്ദർഭികമായിട്ട് മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാൻ ചിത്ര തിരുനാളിന് കഴിവില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സമാധാനമായ ഒരു കുടുംബ ജീവിതം ഉണ്ടായില്ല. വിവാഹം കഴിക്കാനായിട്ട് അന്നത്തെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയിരുന്നു. അദ്ദേഹത്തിനെ വിവാഹം പ്രപ്പോസ് ചെയ്യുന്നത് രാജകുടുംബങ്ങളിൽ നിന്നാണ്. അമ്മ മഹാറാണി അതിനെല്ലാം ഇടം കൊള്ളും. അവസാനം അമ്മ മഹാറാണിയുടെ അത് വിശദാംശങ്ങളിലേക്ക് പുസ്തകത്തിൽ ഞാൻ ചില സൂചനകളിൽ പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ അതിൽ ഒരു കാര്യം കൂടി, അതായത് ആർതർ സിംസൺ ആരായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ടൊരു ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല. ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം ആരായിരുന്നു എന്നുകൂടി ഒന്ന് പറയാം. ഞാൻ അദ്ദേഹത്തെ എനിക്ക് ആരാണെന്ന് അറിയാതെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. അതായത് കൊല്ലം പുനലൂർ റോഡ് നിർമ്മിക്കാനായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ടും വന്ന എഞ്ചിനീയർക്ക് നാട്ടുകാരിയായ ഭാര്യയിൽ ഉണ്ടായ മകൻ. ഇയാള് കണ്ടു കഴിഞ്ഞാൽ തനി സായിപ്പാണ്, അല്ലാതെ അമ്മയുടെ ഛായയൊന്നുമില്ല. ഇയാള് അന്ന് രാജഭക്തനാണ്. എന്ന് മാത്രമല്ല, ലോകം അവസാനിക്കുന്നത് വരെ ബ്രിട്ടീഷ് രാജ് ഉണ്ടാവണം, ലോകം അവസാനിക്കുന്നത് വരെ ഈ രാജഭരണം തിരുവിതാംകൂറിൽ ഉണ്ടാവണം, അതിന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം CP അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതാണോ അതോ ഈ സിംസൺ CPയോട് പറഞ്ഞതാണോ എന്നറിയില്ല. മഫ്റ്റി ഡ്രസ്സില് പോലീസുകാര് ഉത്തരവാദ പ്രക്ഷോഭം നടക്കുന്ന യോഗങ്ങളില് മുമ്പേ അവിടെ എത്തും. ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലാത്തി എടുത്ത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കായിക ബലം കുറവായിട്ടുള്ളവരെ അടിക്കും. കായിക ബലം കൂടിയവരെ വിട്ടേക്കും, കാരണം തിരിച്ചടി കിട്ടും. അപ്പൊ തിരിച്ചടിക്കില്ല എന്നില്ല, ഉറപ്പുള്ളവരെ മൃഗീയമായി മർദ്ദിക്കും. ചിലപ്പോൾ കൊന്നു എന്ന് വിരിക്കും. പലരെയും കൊന്നു.
ഒരു കേസെങ്കിലും ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് NP കുരുക്കൾ, അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് കൂടി പറയാം. അത് യൂത്ത് ലീഗിന്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ സെക്രട്ടറിയാണ്. തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ആളാണ്. ആ NP കുരുക്കളെ കൊന്നത് സിംസൺ ആണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സിംസൺ പിന്നീട് 1980കളിലാണ് മരിക്കുന്നത്. പക്ഷെ തിരുവിതാംകൂറിൽ കഴിയുന്നതും തിരുവനന്തപുരത്ത് വരില്ല. തിരുവിതാംകൂറിലെ ഒരു കാര്യങ്ങളിലും ഇടപെടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം അദ്ദേഹത്തിന്റെ ബ്ലാക്ക് റോക്ക് എസ്റ്റേറ്റിനകത്തായിരുന്നു. നാഗർകോവിലിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഞാൻ അതിൽ ഒരു വളരെ കൗതുകം തോന്നിയ ഒരു ഭാഗം, അതായത് അവിടെ ഡോക്ടറായിരുന്ന മേരി പുന്നൂസ് ലൂക്കോസ്, അല്ലെ, മേരി പുന്നൻ ലൂക്കോസ് എന്നാണ് പേരെന്നാണ്. അതെ അതെ. അവരുടെ മകളായിട്ടുള്ള ഡോക്ടർ ഗ്രേസി തിരുനാൾ മഹാരാജാവ് അവരുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്ന ഭാഗവും, അതുപോലെ അത് അമ്മ മഹാറാണിക്ക് ഇഷ്ടപ്പെടാതെ വരികയും പിന്നീട് അവര് വാഹന അപകടത്തിലാണെന്ന് തോന്നുന്നു ഇംഗ്ലണ്ടിൽ വെച്ച്. അല്ല, ഇലക്ട്രിക് അപകട ഇംഗ്ലണ്ടിൽ വെച്ചാണെന്ന് അല്ല, ഞാനത് വിശദമായിട്ട് പറയാം. ഈ മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത് അവര് തിരുവിതാംകൂറിന്റെ വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. അപ്പൊ പാലസിൽ അവർക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കുട്ടിക്കാലം മുതലേ ഒരു കളിക്കൂട്ടുകാരിയായിരുന്നു. അവരുടെ യഥാർത്ഥ നാമം ഗ്രേസ് മേരി പുന്നൻ എന്നാണ്. ഈ ഗ്രേസ് മേരി പുന്നൻ ചിത്തിര തിരുനാളിന്റെ കളിക്കൂട്ടുകാരിയാണ്. അവരൊന്നിച്ച് ടെന്നീസ് കളിക്കും. അവര് ഒന്നിച്ച് കൊട്ടാരത്തില് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇത് ആദ്യം തൊട്ടേ ജൂനിയർ റാണിക്ക് ഇഷ്ടമായിരുന്നു. അവരതിനെ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. പക്ഷെ ആ റെസ്ട്രിക്ഷൻസിനെ ഒക്കെ അതിര് കടന്നിട്ട് ഇത് ഏതോ ഒരു ഘട്ടത്തില് ആ ഒരു ചങ്ങാത്തം എന്നുള്ളത് പരിധി വിട്ടു എന്ന് അമ്മ മഹാറാണിക്ക് തോന്നി. ആ ഘട്ടത്തില് അവര് മേരി പുന്നൻ ലൂക്കോസിന്റെ മകളെ, അതായത് ഗ്രേസ് പുന്നൻ ലൂക്കോസിനെ പുറത്താക്കാനായിട്ട് കാരണം കണ്ടെത്തുകയായിരുന്നു. ആ കാരണമാണ് എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് ചിത്തിര തിരുനാളിനെ പറ്റി പറഞ്ഞത്. ആ പറഞ്ഞത് കൊണ്ടല്ല, ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു. അവര് പിന്നീട് ഡൽഹിയിലെ മെഡിക്കൽ കോളേജിലെ അവരെ ഉടനെ തന്നെ തിരുവിതാംകൂറിലേക്ക് അമ്മ അയക്കുകയാണ്. അമ്മ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊരു ലവ് അഫെയർ ആയിട്ട് മാറും എന്ന് ഏതാണ്ട് ഉറപ്പായ ഒരു ഘട്ടത്തിൽ ആ ലവ് അഫെയറിന് അനുകൂലിക്കുകയല്ല അമ്മ ചെയ്തത്. അമ്മ അവരെ പറഞ്ഞ് മകളെ അകറ്റി തിരുവനന്തപുരത്ത് നിന്ന് പാക്ക് ചെയ്ത് അയച്ചു. അവിടെ നിന്ന് അവർ ലണ്ടനിൽ പോയി. ലണ്ടനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അവധിക്കാലത്ത് തിരുവിതാംകൂറിൽ വന്നു. അവധിക്കാലത്ത് തിരുവിതാംകൂറിൽ വന്നപ്പോഴാണ് ഒരു ടേബിൾ ഫാനിൽ നിന്നുള്ള ഇലക്ട്രിക് ഷോക്ക് ഇട്ടിട്ട് അവർ മരിക്കുന്നത്. ആ മരണത്തെപ്പറ്റി അത് 1954 ആ മരണത്തെപ്പറ്റി ആളുകൾ പലതും പറയുന്നു. ഞാനൊന്നും അതിനോട് യോജിക്കുന്നില്ല. അതൊരു അപകട മരണമായിട്ടാണ് കാണുന്നത്. നമ്മള് ഈ ഒരാളുടെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ തെറ്റുകൾക്കും ഉത്തരവാദി ആ ആളാണെന്ന് പറയുന്നത്. അതെ അതെ, അതുകൊണ്ടാണ് ഞാനൊന്ന് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് സാറിനോട് ചോദിച്ചത്. അതെ, അടുത്ത 2 ചോദ്യങ്ങളോടെയാണ് ബാക്കിയുള്ളത്. അതിൽ ഒരു ചോദ്യം പുന്നപ്ര വയലാർ ഷൂട്ടൌട്ടിനെ പറ്റിയിട്ടുള്ളതാണ്, വെടിവെപ്പിനെ പറ്റിയിട്ടുള്ളതാണ്. അത് CPക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്ന് സാർ ഒരിടത്ത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ധ്വനിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ല, പാടില്ലാത്തൊരു കാര്യം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്ന് പിൽക്കാലത്ത് കൺഫസ് ചെയ്തു. പക്ഷെ അന്ന് CP രാമസ്വാമിയുടെ മനോഭാവം അതായിരുന്നില്ല. അന്ന് ഒരു വിപ്ലവത്തെ അമർച്ച ചെയ്ത് ആളാവണമെന്ന് CP രാമസ്വാമിയർക്ക് ഉണ്ടായിരുന്നു. രക്തസാക്ഷികളെ സൃഷ്ടിക്കണമെന്ന് പാർട്ടിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതായത് ഈ 2 പേരെയും ഞാൻ കുറ്റക്കാരായിട്ട് കാണുക. പാർട്ടിയിലെ തീവ്രവാദികളായ നേതാക്കന്മാർ, TV തോമസിനെ പോലെയുള്ള, R സുഗതനെ പോലെയുള്ള നേതാക്കന്മാർ ആദ്യം മുതലേ ഈ ആംഡ് റെവല്യൂഷന് എതിരായിരുന്നു. പാർട്ടിയിലെ വിവേകമുള്ള ആളുകൾ. പക്ഷെ അതിനകത്ത് തീവ്രവാദികളുണ്ട്. കുന്തക്കാരൻ പത്രോസ്, S കുമാരൻ, കുമാരപ്പണിക്കർ, അങ്ങനെ ഒരുപാട് പേര്. അവരും കുറ്റക്കാരാണ്.
CP രാമസ്വാമി അയ്യർ കുറ്റക്കാരാണെന്നാണ്. CP രാമസ്വാമി അയ്യരുടെ ആജ്ഞാനുവർത്തികൾ, ആ ആജ്ഞാനുവർത്തികളിൽ സിനിമാ നടൻ സത്യനും ഉണ്ട് എന്ന് ഓർക്കണം. പക്ഷേ ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മരണസംഖ്യയെ പറ്റിയാണ്. അതിന്റെ മരണസംഖ്യയിലെ ഗവൺമെന്റ് കണക്കുകൾ എന്ന് പറയുന്നത് 190 പേരെന്നാണ്. ഒരിക്കലും അതല്ല. 500 പേരെന്നാണ് KC ജോർജ്, കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത്. അതും ശരിയല്ല. ഒരു 900,000 ഇടയ്ക്ക് ആളുകൾ മരിച്ചിരിക്കും. എന്നാൽ ഹിന്ദു പത്രം പറയുന്നത് 7,000 പേര് മരിച്ചു എന്നാണ്. അത് ശരിയല്ല. അതെ, അതിൽ അമ്മ മഹാറാണിക്ക് എന്തെങ്കിലും കൈയുണ്ടായിരുന്നോ ഈ ഒരു അമർച്ച ചെയ്യുന്നതിൽ? ഇല്ലില്ല. അമ്മ മഹാറാണി അതിന്റെ ഒരു അതിലെ തന്റെ രാജ്യത്ത് നടക്കുന്ന ഒരു അനാർക്കിയെ ഒരു അനുഭാവത്തോടെ കാണുകയില്ല. എന്ന് മാത്രമല്ല, സർവ്വസൈന്യാധിപനായിരിക്കുന്നത് ആരാണ്? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ ശരിയേ ചെയ്യൂ എന്ന വിശ്വാസക്കാരിയാണ്. മനസ്സിലായി, തീർച്ചയായിട്ടും. അതിൽ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഇപ്പം ശ്രീധര മേനോനെ പോലെയുള്ള ചരിത്രകാരന്മാര് അമ്മ മഹാറാണിയെ ദയാരഹിതയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അവർക്ക് അത് ദയ കുറവാണ്, കുറച്ചൊരു ക്രൂര മനോഭാവമുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. അത് ഈ ഫാമിലിക്കുള്ളിലെ വഴക്കുകൾ കൊണ്ടാണോ അത് പറയാനായിട്ടുള്ള കാരണം? അതല്ല എന്നുണ്ടെങ്കിൽ ഈ രാജഭരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അവരുടെ എല്ലാ നടപടികളിലും ആ ദയാരാഹിത്യം കാണാൻ പറ്റും. നമ്മള് ഒരു ദയാരാഹിത്യം എന്ന് പറയുന്നത് എത്ര ഒരുപാട് അനുഭവങ്ങൾ, കഥകൾ, അനുസ്മരണങ്ങൾ ഉണ്ട്. പക്ഷേ ഞാന് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ജീവചരിത്രം എഴുതുമ്പോൾ അതൊക്കെ പറയും. ഞാൻ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അത് രാജഭരണത്തിന്റെ അവസാന കാലത്തെ പറ്റിയാണ്. അപ്പൊ അവിടെ നമ്മള് അത് അക്കമിട്ട് പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും. ഞാൻ അവസാന ചോദ്യത്തിലേക്കാണ്. ഇത് എനിക്ക് നമ്മുടെ ഓഡിയൻസിൽ നിന്ന് വന്നിട്ടുള്ള ബാക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. അത് പ്രസക്തമായ ഒരു ചോദ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സാറിനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഈ ചോദ്യം ഇതാണ്: സാറ് കവടിയാറുമായിട്ട് അല്ലെങ്കിൽ കൊട്ടാരവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് വളരെയധികം നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇതേപോലുള്ള പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ബുക്ക് എഴുതുന്നു എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നു. അതില് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ഒരു എക്സ്പോസെ പോലുള്ള ഒരു ബുക്ക് എന്തുകൊണ്ട് എഴുതി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ രാജകുടുംബവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഔപചാരികമാണ്. അത് ഒരു വൈയക്തികമാണ്. ഞാൻ പല അഭിമുഖങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നു. ആ പുസ്തകത്തിന്റെ ഒരു സൂപ്പർവൈസിങ് ടീച്ചറായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ചരിത്രകാരനായ ശ്രീധര മേനോനെ അവിടെ അപേക്ഷിക്കുന്നു. ശ്രീധര മേനോൻ പറയുന്നു, ഞാനല്ല അതിന് പറ്റിയ ആള്, കവടിയാറിൽ തന്നെയുള്ള MG ശശിഭൂഷണാണ് എന്ന് പറയുന്നു. അങ്ങനെ MG എന്നെ പരിചയപ്പെടുത്തുന്നു. ഇത് 1992 അതായത് ചിത്ര തിരുനാളിന്റെ മരണം കഴിഞ്ഞിട്ടാണ്. ആ 92 ശേഷമാണ് എനിക്ക് രാജകുടുംബവുമായിട്ടുള്ള ബന്ധം. ആ 92 ബന്ധം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2010 വരെ തുടർന്നു. അപ്പൊ 92 18 വർഷം. ആ സന്ദർഭങ്ങളിൽ ഞാൻ തെറ്റിദ്ധരിച്ചു എനിക്കൊരു ഉപദേഷ്ടാവിന്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന്. കാരണം ഞാനൊരു സ്തുതിപാഠകനായിരുന്നില്ല ഒരിക്കലും. ഞാനൊരു ഉപദേഷ്ടാവിന്റെ പ്രാധാന്യം എനിക്ക് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു. അതില്ല എന്ന് മനസ്സിലായി. അവർക്ക് സ്തുതിപാഠകന്മാരെ മതി. ഞാൻ അവരോട് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ ഒരു സൗഹൃദത്തിന്റെ കാര്യമില്ല. പ്രധാനമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില നടപടികൾ എനിക്ക് ബോധ്യമായി. അത് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ വിശദമായി സംസാരിച്ചുകൊള്ളു. അപ്പൊ ഒരു ഉപദേഷ്ടാവിന്റെ റോൾ വഹിച്ചിരുന്ന ഒരാള് ഇനി അതിന്റെ ആവശ്യമില്ല, അവർക്ക് ആവശ്യമില്ല, എനിക്കും അതിന്റെ ആവശ്യം. പിന്നെ അവിടെ അവർക്ക് ആവശ്യമില്ലാത്തടത്ത് ഞാൻ തുടരേണ്ട കാര്യമില്ലല്ലോ. അതാണ്.
അകൽച്ചയുടെ കാര്യം. ഇപ്പോഴും അവരോട് ഒരു വിദ്വേഷമൊന്നുമില്ല, അവർക്ക് നല്ലത് വരണമെന്നേ ഉള്ളൂ. പക്ഷെ ആ കുടുംബ ചരിത്രത്തിലെ ചില പാടുകൾ, അധ്യായങ്ങൾ ഉണ്ട് എന്നുള്ളത് ഭാവിയിൽ അറിഞ്ഞിരിക്കണം. ഞാനും എൻ്റെ ജീവിതവും ഒരു ജീവിത സായാഹ്നത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇപ്പോഴെങ്കിലും ഞാൻ ഇതൊക്കെ തുറന്നറിയിക്കണ്ടേ. പിന്നെ അല്ലാതെ ഞാൻ ഇത് പോസ്റ്റ്മസ് പ്രസിദ്ധീകരണങ്ങളിൽ കൂടി വരാനല്ലല്ലോ വേണ്ടത്. എനിക്കിപ്പോ വരുമ്പോ വിമർശനങ്ങൾ വരും, ആ വിമർശനങ്ങൾക്ക് എനിക്ക് മറുപടി പറയാം. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. വൈകാതെ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ വളരെ വിസ്തരിച്ചുള്ള ജീവചരിത്രവും പ്രസിദ്ധീകരിക്കും. തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ പിന്നാമ്പുറം എനിക്ക് അറിയാത്തത് കൊണ്ട് ആ ചോദ്യത്തിൽ ഇത് കഴമ്പുണ്ടോ തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് കഴമ്പുണ്ട്. ഞാൻ ചോദ്യം ചോദിച്ചവരോട് ഞാൻ അവരങ്ങനെ ചോദിച്ചതിന് അഭിനന്ദിക്കും. തീർച്ചയായിട്ടും. പിന്നെ ചരിത്രം എന്നാണെങ്കിലും അത് പുറത്തു വരേണ്ടതാണ് എന്നുള്ളതാണ്. അതെ, അത് ഇനി ഞാനിത് പറഞ്ഞില്ല എന്നിരിക്കട്ടെ, മറ്റൊരാളുണ്ടാവും, മറ്റൊരാൾ ഇതൊക്കെ കണ്ടെത്തും. എഴുതുന്ന ഭാഷ എന്റെ ആയിരിക്കും. ചരിത്രം റെക്കോർഡിലുള്ളതായതുകൊണ്ട് ഇതിനെല്ലാം രേഖകളില്ലാത്ത നടക്കാത്ത ഒരു കാര്യവും പറയാത്തത് കൊണ്ട് ഇത് ഞാൻ എഴുതിയില്ലെങ്കിൽ മറ്റൊരാൾ എഴുതും. അപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ അതിന് കുറച്ചൊരു ഒരു തുറന്നെഴുത്തൊന്നും ഉണ്ടാവില്ല, മൂടിയ എഴുത്തേ ഉണ്ടാവും. തീർച്ചയായിട്ടും. സാറ് ഇത്രയും നേരം വളരെ ബുക്ക് ഞാൻ വായിച്ചിരുന്നു. അത് വളരെ ഏതൊരാൾക്കും വായിച്ചു പോകാവുന്ന ഒരു ചരിത്ര വിഷയം വായിക്കുന്ന ഒട്ടും മടുപ്പില്ലാത്ത രീതിയിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് റെവലേഷൻസ് അതിനകത്ത് ഉണ്ട് താനും. നമുക്ക് പൊതുവെ സാധാരണ ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് താനും. ചിലതൊക്കെ നമ്മളെ അമ്പരിപ്പിക്കുന്നതും ചിലതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്നതുമാണ്. ആ ഒരു ബുക്ക് എഴുതി അതിന്റെ ചരിത്ര സത്യങ്ങൾ പുറത്തു കൊണ്ടതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ സാർ അറിയിക്കുന്നു. എനിക്ക് അമ്പരപ്പിക്കണമെന്നേ ഇല്ലായിരുന്നു, ചിന്തിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഞങ്ങളോട് കൂടെ ഇത്രയും നേരം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. സാറ് ഇനിയും മറ്റു വിഷയങ്ങളുമായിട്ട് ഞങ്ങളുടെ ചാനലിനോട് സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ നന്ദി സാർ. നമസ്കാരം.